عليكم ورحمة الله. الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر هو الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്തുൽ മആരിജ് 70-ാമത്തെ അധ്യായമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലും ബിഅദാബിൻ വാഖിഅ. സുആൽ, ചോദ്യം. ഒരു ചോദ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സഅല, ചോദിച്ചു. സായിലും ബിഅദാബിൻ വാഖിഅ. വാഖിഅ എന്ന വാക്ക് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വാഖിഅ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോണ ഒരു കാര്യം, അത് സംഭവിക്കാനിരിക്കുന്നതിനെയാണ് വാഖിഅ എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവം, അൽ ഖാരിഅ എന്ന് പറയുന്ന ആ ഘോരമായ സംഭവം എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ സംഭവം നടക്കാനുള്ള അന്ത്യനാളെന്ന് പറയുന്ന ലോകാവസാനം, പരലോകം, ഹിസാബ്, വിചാരണ, ഇതിനു ശേഷമുള്ള ലോകം, ആ ലോകത്തെ പറ്റിയുള്ള അന്വേഷകൻ്റെ ചോദ്യം. ഇത് ലോകത്തെ എല്ലാ കാലഘട്ടത്തിലും ഇന്നത്തെ മോഡേൺ വേൾഡിലും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമല്ലേ. എന്നാ നിങ്ങൾ പറയുന്ന പരലോകം വരാനുള്ളത്, എന്നാണ് അന്ത്യനാൾ വരാനുള്ളത്? ഒരു കളിയാക്കലിൻ്റെ സ്വരത്തിലാണ് ആ ചോദ്യം. ആ ചോദിക്കുന്ന ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ. ലിൽ കാഫിരീന, ആ സത്യനിഷേധികൾക്കുള്ളതാണ്. അത് തടയാൻ ലൈസ ലഹു ദാഫി, ഒരു ദഫ്അ ചെയ്യാൻ, അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. മിനല്ലാഹി ദിൽ മആരിജ്. മആരിജ് എന്ന് പറഞ്ഞ ഉന്നതമായ ഈ കാണുന്ന ഉപരിലോകത്തുള്ള തട്ടുതട്ടുകളായ ഉപരിലോകത്തിൻ്റെ ഉടമസ്ഥനായ, ചവിട്ടുപടികളുള്ള അള്ളാഹുവിൻ്റെ അർശിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സർവാധിപനായ, പ്രപഞ്ച സൃഷ്ടാവായ, സംരക്ഷകനായ, സംവിധായകനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അള്ളാഹുവിൻ്റെ ആ ഒരു സംവിധാനങ്ങൾ. ഈ പരലോകവും ഈ കാണുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സർവ്വപ്രപഞ്ചവും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് തടയാൻ ആർക്കും സാധ്യമല്ല. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു. തഅറുജുൽ മലായിക, അന്ന് മലക്കുകളും, വറൂഹ്, ജിബ്രീലും. ജിബ്രീലിനെ പല സ്ഥലത്തും വിശുദ്ധ ഖുർആനിൽ റൂഹ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വഹി വഹിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ മഹത്വമാവാം, അല്ലാഹു അലം. ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 സന. ഖംസ് എന്ന് പറഞ്ഞാൽ 5. 50 50,000, അൽഫസന 50,000-ൽ അധികം കൊല്ലം. 50,000-ഓളം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ കണക്കാണ് പറഞ്ഞത്. അപ്പോൾ 500 കൊല്ലമോ 50,000 കൊല്ലമോ അതൊരു കാലക്കണക്ക് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. കാരണം നമ്മളൊരു ദിവസം 24 മണിക്കൂർ കണക്കാക്കുന്നത് ഈ സൂര്യനും ഈ ഭൂമിയുടെ ഭ്രമണവും സൂര്യനിൻ്റെ ചലനവും ഒക്കെ നിശ്ചയിച്ചിട്ടാണ്. ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ തകർന്ന് ഇദശംസു കുവ്വിറത്, സൂര്യൻ ചുരുട്ടപ്പെടുകയാണ്. പ്രാപഞ്ചികമായ സകലമാന സംവിധാനങ്ങളും തകർക്കപ്പെട്ട ശേഷമല്ല ഈ പരലോകം. അപ്പോൾ അവിടെ ഒരു ദിവസത്തിന് കണക്കുണ്ടോ? പിന്നെ ചില ഹദീസിൻ്റെ റിവായത്തിൽ പറയുന്നില്ല, സൂര്യനെ വീണ്ടും പുനഃസൃഷ്ടിക്കുക, എന്നിട്ട് അവിടെ ആളുകളുടെ ഒരു ചാണകലെ എന്നൊക്കെ ഹദീസിൽ പറയുന്നത്. അത്രയും ചൂടോടുകൂടുള്ള ഒരവസ്ഥ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മഹ്ശർ. അപ്പോൾ അതേ കാലം എന്ന് പറഞ്ഞാൽ അന്ന് സൂര്യൻ ഭ്രമണം ചെയ്യാത്ത കാലമാണ്. അപ്പോൾ അത് എത്ര കാലം എന്നുള്ളത് അല്ലാഹു ആലം. പിന്നെ ഈ കാലത്തിൻ്റെ കണക്കൊക്കെ നമുക്കേ ഉള്ളൂ. നമുക്കിതൊക്കെ വലിയ കാലമായിട്ട് തോന്നും. ഈ കാലത്തെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നമുക്കത് വലിയ കാലമായിട്ട് തോന്നുമെങ്കിലും
വളരെ ചെറിയ, അള്ളാഹുവിൻ്റെ കണ്ണിൽ ഇതൊക്കെ വളരെ ചെറിയ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ഫസ്ബിർ സബ്റൻ ജമീല, ഇത് വല്ലാത്തൊരു വാക്കാ. ഫസ്ബിർ, നിങ്ങൾ ക്ഷമിക്കുക, സബ്റൻ ക്ഷമ, ജമീല ഭംഗിയുള്ള ക്ഷമ. അപ്പോൾ ഈ ജമീൽ എന്ന വാക്കിന്, ഭംഗി എന്നതിന് അറബ് സാഹിത്യത്തിലും അറബിയിലും ശരിക്കതിന് മലയാളത്തിൽ പറയണ ഭംഗിയാണ്. ക്ഷമക്ക് ഭംഗി ഉണ്ടാവുമോ? നമ്മുടെ ഒരു സ്നേഹം ഭംഗിയുള്ളൊരു സ്നേഹം കാണിക്കുന്നു നമ്മൾ പറയാറില്ലല്ലോ. അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു ദേഷ്യപ്പെടലുണ്ടോ? അപ്പോൾ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വത്തെയാണ്. അതിനെ ഭംഗിയായിട്ട് ക്ഷമിക്കുക. നമ്മുടെ വീട്ടിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രയാസം ബുദ്ധിമുട്ടൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, വ്യക്തി ജീവിതത്തിൽ, സുഹൃത്തുക്കൾ തമ്മിൽ വാക്കുകൾ, ഒരു വാക്ക് മതി അല്ലേ യുഗങ്ങളോളം ഒരാളുടെ ഒരു ജന്മം ജനിച്ച് അവസാനിക്കുന്നവരെയുള്ള ഒരു പുരുഷായുസ് മുഴുവനും വിദ്വേഷമായിട്ട് ജീവിക്കാൻ ഒരു വാക്ക് മതി. ഒരു വാട്സപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് മതി, അധികമൊന്നും വേണ്ടല്ലോ. ഒരു ടെക്സ്റ്റ് മെസ്സേജ് ടിക്ക്, അതയച്ചു, അത് അയാൾ കണ്ടോടുകൂടി അത് അയാളുടെ കണ്ണിലേക്ക് വലിയൊരു ആശയമാണ് സംവേദനം ചെയ്യുന്നത് അല്ലേ. വലിയൊരു കാര്യം അയാളുടെ മനസ്സിലൊരു അമ്പ് തറക്കുന്ന പോലെ അങ്ങ് തറച്ചു കഴിഞ്ഞു, തീർന്നു. എല്ലാം അഫൂ ചെയ്യാൻ, നമ്മളെ ദ്രോഹിക്കുന്നവരോട്, നമ്മളുടെ ശത്രുക്കളോട് വരെ നമ്മൾ പരമാവധി അഫൂ ചെയ്യാൻ സാധിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്തിൻ്റെ മാനയായിട്ട് അതന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പോൾ ഈ സ്നേഹം എന്ന ഒരു വികാരം സ്നേഹിക്കാൻ പറയുക, അതും ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ആത്മമിത്രമാക്കി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുപോവുക, നമ്മുടെ മനസ്സിൻ്റെ വിശാലതയെ കൊണ്ടുപോവുക, സ്വബർ ചെയ്യാൻ എല്ലാ കാര്യവും, വീട്ടിലുള്ള വിഷമങ്ങൾ, ഇപ്പോൾ രോഗമെന്ന് വിചാരിക്കാം, നമുക്ക് ചെറിയ രോഗം വന്നാൽ പോലും നമ്മളത് ക്ഷമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, ഫസ്ബിർ സബ്റൻ ജമീല, നീ ഭംഗിയുള്ള ക്ഷമിക്കുക. നമ്മളോടുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതോടൊപ്പം അത് നമ്മളും അത് ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. ഇന്നഹും യറൗനഹു ബഈദ, അവരത് അകലെയായാണ് കാണുന്നത്. ഏത് അകലെയായി കാണുന്നത്? ഈ അസാബ്, ഈ ശിക്ഷ, അടുത്ത് തന്നെ വരാൻ പോകുന്ന ഈ ശിക്ഷയുണ്ടല്ലോ, അത് അകലെയായാണ് അവർ കാണുന്നത്. അത് ബഈദ ആയിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ അത് വനറാഹു ഖരീബ, നാമോ അത് അടുത്തായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ അവിടെ 50,000 കൊല്ല ദൈർഘ്യമുള്ള ദിവസമായിരിക്കും അന്നെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ദിവസം അത്രയും ദൈർഘ്യമുണ്ട്. അത് വെച്ച് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം വളരെ ചെറുതാണ്. അപ്പോൾ ഈ ലോകാവസാനത്തിന് ശേഷമുള്ള ദിവസം, അതിന് ശേഷമുള്ള ചടങ്ങുകൾ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരുപക്ഷേ മഹ്ശറയിൽ നിൽക്കേണ്ടി വന്നേക്കാം. വിചാരണയുടെ ദൈർഘ്യവും ഒക്കെ ഉണ്ടാവാം എന്ന് നമുക്ക് ഇതിൽ നിന്ന് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. യൗമ തകൂനുസ്സമാഉ കൽ മുഹ്ല് പോലെയായിട്ട് ആകാശം മാറുന്ന ദിവസമാണ്. എന്തോ ഉരുകി ഒലിച്ചിട്ട് വർണ്ണങ്ങനെ മാറുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ലോഹമുരുകുന്ന പോലെ ആകാശമൊക്കെ ഇങ്ങനെ ഇല്ലാതാകുന്ന ദിവസമാണ്. വതകൂനുൽ ജിബാലു കൽ ഇഹ്ൻ, ഈ ജിബാൽ കൽ ഇഹ്ന് പോലെ കടഞ്ഞ രോമങ്ങൾ ഇങ്ങനെ ആകാശത്തൂടെ ചില തൊപ്പകളൊക്കെ അല്ലെങ്കിൽ പൂടകളൊക്കെ പാറിക്കളിക്കുന്ന പോലെ ആ വലിയ പർവ്വതങ്ങൾ തന്നെ ഒന്നുമല്ലാതെയായി തകർന്നിടിയുന്ന ദിവസമാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരുത്തനും തൻ്റെ ഇഷ്ടമുള്ളവന് ഹമീമായിട്ടുള്ള ഒരു ഉറ്റവനും ഹമീമുൻ ഹമീമ, ഹമീം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രിയപ്പെട്ട, നമ്മൾ പറയില്ലേ മലയാളത്തിൽ എൻ്റെ മുത്തേ ചക്കര എന്നൊക്കെ പറയില്ലേ, നമ്മൾ മക്കളെയല്ലേ അങ്ങനെ വിളിക്കല്. അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ, ചങ്ക് ബ്രോ എന്നൊക്കെ പറയാറില്ലേ, അത്ര അടുത്തുള്ള സുഹൃത്തുക്കൾ വരെ അകലെയായി പോകുന്ന, ആരും ചോദിക്കാത്ത ദിവസമായിരിക്കും അന്ന് അല്ലേ. ആരെങ്കിലും അവൻ്റെ ആത്മമിത്രത്തെ, ഏറ്റവും അടുത്തവനെ, ഇപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും പല കഥകളിലും നമ്മൾ കേൾക്കാറുണ്ട് ഈ മരണം, ജീവത്യാഗം എന്നൊരു വാക്ക് കേൾക്കാറുണ്ട്. അതായത് 2 സുഹൃത്തുക്കൾ ഒരുമിച്ച് ജീവിക്കുന്ന, അതൊക്കെ കഥകളിൽ കേൾക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും, അതൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം 2 ആത്മസുഹൃത്തുക്കൾ എന്തെന്ന് വിചാരിക്കുക, ചെറുപ്പകാലം മുതലേ
ചെറിയ സ്കൂൾ കാലഘട്ടം മുതൽ ഒന്നിച്ച് പഠിച്ച് വളർന്ന് വലുതായി, അങ്ങനെ അവർ വലുതായിട്ട് അവർ ഒരു ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഒരാളുടെ കിഡ്നി രണ്ടും പോയി, മറ്റവനത് കൊടുക്കണം. അങ്ങനെ കാര്യത്തോടത്തിപ്പോൾ ആ കാര്യത്തോടടുത്തപ്പോൾ മറ്റേ ആൾ ഒളിച്ചോടി എന്നാണ്, മറ്റേ ആൾ വാനിഷായിരുന്നു, പിന്നെ കാണുന്നില്ല. ആശുപത്രി അധികൃതർ വരെ ബ്ലഡ് വരെ ടെസ്റ്റ് ചെയ്യുന്ന ഘട്ടം വരെ ഉണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പോസിറ്റീവാണ്, കിഡ്നി കൊടുക്കാമെന്നായപ്പോൾ ആളെ കാണുന്നില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുക, അതൊക്കെ വാക്കുകൊണ്ട് നമുക്കൊക്കെ പറയാം. നമ്മൾ ഈ പ്രസംഗത്തിലൊന്നും ആർക്കും കുറവില്ലല്ലോ. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ അത് കൊടുക്കും, കിഡ്നി കൊടുക്കും എന്നൊക്കെ നമ്മൾ പറയും. അത് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ വേറെ ചർച്ചാ വിഷയം പറയുകയാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും വിലമതിക്കുന്ന നമ്മുടെ ജീവിതത്തെയാണ്. അപ്പോൾ വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരു ഉറ്റമിത്രവും ഒരു വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആളുകൾ വരെ അവിടെ കണ്ടാൽ പോലും അവരെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയുടെ ഭയാനകമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുക. അപ്പോൾ അതിൻ്റെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടായിരിക്കും, വലിയ പാടായിരിക്കും. നമ്മുടെ ഈ ബന്ധങ്ങളും ഒക്കെ ദുനിയാവിലേ ഉള്ളൂ. പിന്നെ സ്വർഗത്തിലെത്തിയിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടാവും. അല്ലാതെ അതിൻ്റെ അടുക്കുള്ള ഈ ഹിസാബിൻ്റെ വിചാരണയുടെ ആ ഒരു വല്ലാത്ത, ലോകത്തെ മുഴുവൻ മനുഷ്യരും എല്ലാവരും ആലോചിച്ച് നോക്കൂ, ചൈനക്കാരനും യൂറോപ്യനും ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും ഭാഷ സംസാരിക്കുന്നവരും മുൻപ് മൺമറഞ്ഞു പോയ പൂർവ്വപിതാക്കളും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ആ മഹാജനസാഗരം, ഒരു ഭാഗത്ത് ഭയാനകമായ ശബ്ദത്തോടു കൂടെയുള്ള നരകത്തിൻ്റെ വൈവിഹ്വലമായ ശബ്ദങ്ങളും അതിൻ്റെ കാറ്റും ചൂടും പുകയുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു പൊന്തുന്നത് കാണുമ്പോൾ, ഒരു ഭാഗത്ത് സ്വർഗം കാണുമ്പോൾ ഭയാനകമായ ശിക്ഷയെപ്പറ്റിയും വിചാരണയെപ്പറ്റിയും മനുഷ്യരിങ്ങനെ വല്ലാതെ ഭയവിഹ്വരായിട്ട് നിൽക്കുന്ന ഒരു വല്ലാത്ത മുഹൂർത്തമാണ്. അവിടെ ആരും ആരെയും തിരയുന്ന സമയമല്ല. യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. യുബസ്വറൂനഹും, അവർ പരസ്പരം കാണുന്നുണ്ടാകും. യവദ്ദുൽ മുജ്രിമു, മുജ്രിമായ കുറ്റവാളി ചിന്തിക്കും. എന്താ കുറ്റവാളി ചിന്തിക്കുക? അന്നാളിലെ ശിക്ഷയിൽ നിന്നൊഴിവാവാൻ. യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി, എൻ്റെ മക്കളങ്ങോട്ട് ബലി കൊടുത്താലോ എന്ന്. ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മക്കളാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനേക്കാളേറെ നമ്മുടെ നെഞ്ചത്ത് കടന്ന് വളർന്ന നമ്മുടെ മക്കൾ, നമ്മൾ എത്രമേൽ അവർക്കൊന്ന് പനിക്കുമ്പോഴത്തേക്ക്, ചെറിയൊരു പനി വരുമ്പോഴത്തേക്ക് നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടുന്ന, അത്രമേൽ അവരുടെ ആരോഗ്യത്തിലും അവരുടെ കണ്ണുന്നൊരു കണ്ണുനീര് വരുന്നത് പോട്ടെ, അവരുടെ മുഖമൊന്ന് വാടുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത വിധം നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നാളെ ആ മക്കളെ വരെ ഒന്ന് കൊടുത്തിട്ടെങ്കിലും ഈ ഒരു ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിൽ. കാരണം തൊലി കരിച്ചു കളയുന്ന ഖാലിദീന ഫീഹ എന്ന് പറയുന്ന അതിഭയാനകമായ ശിക്ഷയാണ്. സഹനം ഇതൊക്കെ ദുനിയാവിലൊക്കെ കുറേയൊക്കെ സഹിക്കും. ഇപ്പം ഒരു ഡെലിവറി, പിന്നെ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഉമ്മ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് അത് പ്രസവിക്കുന്നത്. അതുപോലെ ഉപ്പ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ദിവസവും ജോലിക്ക് പോകുന്നതും ത്യാഗമാണല്ലോ. ഇതൊക്കെ നമ്മളിവിടെ ദുനിയാവിലിൻ്റെ ഒരു സംവിധാനത്തിൽ ഇങ്ങനെ ചെയ്തു പോകാന്നല്ലാതെ ആത്മാർത്ഥമായ സഹനം, അത് അങ്ങനെ അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പലപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ഗൗരവത്തിൽ നിന്ന് ചിന്തിച്ച് നോക്കുക. കേട്ടിട്ടുണ്ട് പലതും. ഉമ്മ പറഞ്ഞത് ലേബർ റൂമിൽ വെച്ചിട്ട് ഡോക്ടർ ചോദിക്കുക ചെവിയിൽ, രണ്ടിലൊന്നേ പറ്റൂ, ഒന്നെങ്കിൽ വയറ്റിലുള്ള കുഞ്ഞ് അല്ലെങ്കിൽ ഉമ്മ. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സഹോദരിമാരൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് പറ്റുമോ നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ, അത് ആത്മാർത്ഥമായിട്ട് അത് സംഭവിക്കുമോ? നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ മകൻ, പിന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തലച്ചോറ് വരെ ഉണ്ട്. അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇതിനൊന്നും ലൈഫില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ അങ്ങനെ മാറ്റിവെച്ചാൽ തന്നെ ലൈഫില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ തൻ്റെ മകൻ്റെ ജീവന് വേണ്ടി എത്ര വാപ്പ തയ്യാറാവും? സ്വന്തം ഹൃദയം അങ്ങ് മാറ്റി കൊടുക്കുക അല്ല? അങ്ങനെ സാധിക്കുമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ദുനിയാവിൽ തന്നെ നമ്മളൊരു 50-50 പലരും ഇത് പറയുമ്പോൾ തന്നെ. അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു
സദസ്സിൽ വേണേൽ പറഞ്ഞേക്കും, അല്ലെ ആരെങ്കിലും ചോദിക്കുമ്പോൾ വേണേൽ പറഞ്ഞു നോക്കും. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ ICUലേക്ക് കൊണ്ടുപോകും, അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി ഇതെൻ്റെ അവസാനത്തെ കാഴ്ചയാണ് ദുനിയാവിൽ, ഞാനിത് മരിക്കാൻ പോവുക എന്നുള്ള ആ മുഹൂർത്തം ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ്. അതുവരെ നമുക്ക് സാധിക്കില്ല. അതിപ്പോൾ ഡിവോഴ്സ് പറഞ്ഞ കാര്യം, ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസമാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാളുടെ ഡിവോഴ്സിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് രസിക്കാനൊക്കെ പുറത്തുള്ളവർക്ക് രസമാണ്. പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ തൻ്റെ ജീവിതസഖി തന്നോട് പിരിഞ്ഞ് തൻ്റെ മക്കളെയും തൻ്റെ ജീവിതത്തിൽ നിന്ന് പിടിച്ച് പറിച്ചെടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് സഹിച്ചവർക്കറിയാം. അപ്പോൾ അത് സഹിക്കുന്ന ഒരു ഘട്ടത്തിൽ ആണ് നമുക്കതിനെപ്പറ്റി പറയുമ്പോൾ. അപ്പോൾ അള്ളാഹ് ഇത് പറയുമ്പോൾ യുബസ്വറൂനവും പരസ്പരം കാണുമെങ്കിലും, അപ്പോൾ മക്കളെ വരെ വെച്ചിട്ടെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മുജിരിമ ചിന്തിക്കുന്ന സമയത്ത്, മുജിരിമാട്ടോ, കുറ്റവാളിയാണ്. നല്ല മനുഷ്യന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. നല്ല മനുഷ്യന്മാർക്ക് ഇത് ബാധകമല്ല എന്ന് പറയുമ്പോഴും ഞാനും നിങ്ങളും വിചാരിക്കുക എന്താണ്, നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരാണ്, സ്വർഗത്തിലേക്ക് ബുക്ക് ചെയ്ത് നിൽക്കുന്നവരാണെന്ന് ഞാൻ എൻ്റെ മനസ്സിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. പ്രതീക്ഷയൊക്കെ നല്ലതാ, പക്ഷേ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കൊച്ചു ജീവിതമേ ഉള്ളൂ, ഏതാനും വർഷങ്ങളേ ഉള്ളൂ. കർമ്മപദത്തിലേക്ക് ഇറങ്ങണം ഞാനും നിങ്ങളും. കർമ്മപദത്തിൽ ഇറങ്ങാറിന് വലിയ ഇറക്കമൊന്നുമല്ല, വളരെ ചെറിയ കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ് ചീത്ത കാണാതിരിക്കുക, ചീത്ത നാവ് കൊണ്ട് ഇന്ന് നാവ് മാത്രമല്ല, നമ്മുടെ ഫിംഗറും പ്രശ്നമാണ്. വിരലുകൊണ്ട് എഴുതുന്ന ടെക്സ്റ്റ് മെസ്സേജുകളും വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട് ആളുകളെ. വളരെ സൂക്ഷിക്കണം. എഴുതുമ്പോൾ മനസ്സ് തോന്നിയതുപോലെ സംസാരിക്കരുതേ. അമലുകൾ മുഴുവൻ ബാത്തുലാകുന്ന കാര്യമാണ് നമ്മുടെ നാവ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണേ. ഇത് ഞാൻ പറയണ മാതിരിയല്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഒക്കെ ഇഹ്യയിലൊക്കെ ഒരുപാട് ഈ വിഷയത്തിൽ ഒരുപാട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കാരണം മനുഷ്യർ നരകത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്നതിൻ്റെ പിന്നിൽ നാവാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സിലെ വികാരങ്ങളും ഒക്കെ അങ്ങ് ശരീരത്തിൻ്റെ തോന്നലുകൾക്ക് വിട്ടുകൊടുക്കല്ലേ. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. വസ്വാഹിബതിഹി വഅഖീ, ഇനി സ്വാഹിബത്തിനെ നൽകിയാലോ, എൻ്റെ സഹധർമ്മിണി, എൻ്റെ ഭാര്യ, എൻ്റെ സൗജത്തിനെ, എൻ്റെ ഇണയെ. ഭാര്യ വിചാരിക്കുക എൻ്റെ ഭർത്താവിനെ കൊടുത്തിട്ടെങ്കിലും ഈ ഇതിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ എൻ്റെ സഹോദരനില്ലേ, എൻ്റെ രക്തബന്ധു, എൻ്റെ കൂടപ്പിറപ്പ്, ആ ഉമ്മാൻ്റെ വയറ്റിൽ ജനിച്ച എൻ്റെ സഹോദരനെ കൊടുത്തിട്ടെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലെന്ന് മനുഷ്യർ ചിന്തിക്കുന്ന അത്രമേൽ ഭയാനകമായ നരകത്തിൻ്റെ ശിക്ഷയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ മുജിരിമായിട്ട് മാറാതിരിക്കാൻ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവർക്കും മുജിരിമായിട്ട് ഞങ്ങളെ മാറ്റല്ലേ, കുറ്റവാളിയാക്കി മാറ്റല്ലേ അല്ലാഹുവേ. ഞങ്ങൾക്ക് കർമ്മപദത്തിൽ മുസ്ലിമായി മുഅ്മിനായി ഈമാനോടെ ജീവിച്ച് പരലോകത്ത് നിന്നെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ സ്വർഗം കണ്ടിട്ട് സ്വർഗത്തിലേക്ക് യാത്ര പോകുന്ന വലതുപക്ഷക്കാരായ സത്യവിശ്വാസികളിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഇത് ഭയാനകമാണ്. സ്വന്തം മക്കളെ വെച്ചിട്ടോ, തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ, അല്ലേ തൻ്റെ മക്കളെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ തൻ്റെ സഹോദരനെയോ വെച്ചിട്ടെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിക്കുമാർ ഭയാനകമായ നരകത്തിൻ്റെ ശിക്ഷ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. വഫസീലതിഹില്ലതി തുവീ, ഇനി ആരാ ഞങ്ങളെ കുടുംബത്തെ, നാട്ടിലൊക്കെ ഞങ്ങളെ വല്ലാതെ സഹായിച്ചിട്ടുള്ള ആളുകളുണ്ട്, ഞങ്ങൾക്ക് അഭയം അല്ലെങ്കിൽ ഞാൻ അഭയം നൽകിയ കുടുംബം, ആ കുടുംബത്തെയെങ്കിലും തുവീ തനിക്ക് അഭയമേകിയ എൻ്റെ ആരെങ്കിലും, ലോകത്തെ ആരെങ്കിലും വെച്ചിട്ടെങ്കിലും ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷ തരണേ എന്ന്, രക്ഷപ്പെടാൻ പറ്റിയെങ്കിലെന്ന് ചിന്തിക്കുന്ന സന്ദർഭമാണ്. വമൻ ഫിൽ അർളി ജമീഅൻ, ഇതിനായിട്ടും വലുതുണ്ടോ ഇനി, ജമീഅൻ സുമ്മ യുൻജി. വമൻ ഫിൽ അർള്, ഭൂമിയിലുള്ള സകലതിനെയും, എൻ്റെ സമ്പാദ്യം, എൻ്റെ പ്രശസ്തി പദങ്ങൾ, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ, എൻ്റെ ഡിഗ്രിയും എൻ്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഞാൻ ഭൂമിയിൽ നേടിയെല്ലാം നൽകാം, എൻ്റെ സമ്പത്ത് നൽകാം ഈ ലോകത്തെ. സുമ്മയുഞ്ചി, അല്ലേ, ലോകത്തെ മുഴുവനും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, എൻ്റെ കോടികൾ തരാം. അവസാനം കെഞ്ചുന്ന, അല്ലേ, വലിയ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് അവസാനം പിടിക്കപ്പെട്ട്
അവസാനം കൊലക്കയറിൻ്റെ മുമ്പിലെത്തുന്ന ഒരാൾ വിളിച്ചു പറയുന്ന പോലെ മരണം മുമ്പിൽ കാണുന്ന ഒരു വ്യക്തി അയാളെ കൊല്ലാൻ പോകുന്ന ആളോട് പറയാ, ഞാൻ എൻ്റെ മുഴുവൻ കോടിക്കണക്കിന് സമ്പത്ത് തരാം, എല്ലാം നിനക്ക് തരാം, എൻ്റെ ജീവനൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് പറയുന്നതിനേക്കാൾ ഭീകരമാണ്. കാരണം ഇവിടെ മരണം എന്ന് പറഞ്ഞാൽ ഇവിടത്തോടെ തീർന്ന്. പിന്നെ അവിടെ അങ്ങനെയല്ല, അവിടെ ഖാലിദീന ഫീഹ, കാലാകാലവും അവിടെ ജീവിക്കേണ്ടവരാണ്. കല്ല ഇന്നഹാ ലദാ, അതൊക്കെ യാഥാർത്ഥ്യം മുമ്പിൽ കാണുമ്പോഴാണ് ഈ ഒരു ഫീല് വരും. അതിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ആ ഒരു നമ്മൾ എത്തുമ്പോൾ അത് സത്യമാണ്, ഹക്കാണ്. കൽബുള്ളവർ ഉരുകണം, കൽബുള്ളവർ, ഭയമുള്ളവർ, ഖുശൂഉള്ളവർ, അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ വലിയ പാഠമാണ്. കല്ല ഇന്നഹാ ലദാ, അത് കത്തിക്കാളുന്ന നരകത്തീയാണ്, അത് കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ്. നസ്സഅതൻ ലിശ്ശവാ, തൊലി ഉരിച്ച് കളയുന്നതാണ്. നസ്സഅ എന്ന് പറഞ്ഞാൽ തൊലിയുടെ പുറം തോട് ഇങ്ങനെ അങ്ങോട്ട്. ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്, പടച്ച റബ്ബേ, എൻ്റെ ചെറുപ്പത്തിൽ ഒരു ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പടച്ചവനെ ഒരു ആംബുലൻസ് വന്നിട്ട് ഒരു കുട്ടിയെ, ആ കുട്ടിയുടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമ്മ മുറ്റത്ത് എവിടെയോ വെള്ളം ധാരാളമായിട്ട് തിളപ്പിക്കുന്നുണ്ടായിരുന്നു, എന്തോ കുളിക്കാനോ എന്തിനോ വേണ്ടിയിട്ട്. അത് നല്ല അതിൻ്റെ ഈ വിറക് വെച്ച് തിളപ്പിക്കുക ആയതുകൊണ്ട് അതിൻ്റെ ചൂട് കൺട്രോളൊന്നും ചെയ്യാൻ കഴിയില്ല, പണ്ടത്തെ കാലമാണ്. അപ്പോൾ ആ ചൂട് വെള്ളത്തിൽ ഈ കുഞ്ഞ് പോയിട്ട് ഒരു പാത്രത്തിൻ്റെ വീഴാൻ പോയപ്പോൾ ആ പാത്രത്തിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ചപ്പോൾ ആ വെള്ളം ആ കുഞ്ഞിൻ്റെ മേലേക്കങ്ങ് മറിഞ്ഞിട്ട്, കുഞ്ഞു മോനാണ്, ചെറിയ പിച്ച വെച്ച് നടക്കുന്ന മോൻ, അതിൻ്റെ ശരീരം മുഴുവനും ചുവന്ന കളറായിട്ട് ആർത്ത് കരയുക. എന്തുമാത്രം വേദന കുഞ്ഞ് സഹിക്കുന്നുണ്ടാവും. അള്ളാഹുവേ, എനിക്കറിയില്ല. ഞാൻ അള്ളാഹിനോട് ഒരു മുസ്ലിം കുട്ടിയൊന്നും അല്ല, പക്ഷേ ആ രംഗം കണ്ടിട്ട്, മുസ്ലിം കുട്ടിയല്ല പറഞ്ഞാൽ ഒരു വർഗീയത പറയല്ല, അങ്ങനെ ഞാൻ പറയാം, ഒരു ക്രൈസ്തവ കുട്ടിയാണ്, ക്രിസ്ത്യൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ആത്മാർത്ഥമായ അള്ളാഹിനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഷിഫയാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, എന്തോരം കഷ്ടപ്പാടുകളാണ്. ആ കുട്ടി എത്ര വേദന സഹിക്കുന്നുണ്ടാവും. തൊലി ഇങ്ങനെ ഇങ്ങോട്ട് തൊടാൻ പറ്റുന്നില്ല, കാരണം ശീലയിൽ ഇങ്ങോട്ട് ആ ശീല തൊടുന്ന ഭാഗത്ത് പൊള്ളി ആർത്ത് കരയാണ്, ഒരു ഭാഗത്ത് ഇങ്ങോട്ട് തൊടുമ്പോഴത്തേക്ക് ആർത്ത് കരയാണ്. അപ്പം അവിടെയുള്ള ഡോക്ടേഴ്സും നേഴ്സസും അവിടെ നമ്മൾ ചെറിയ നിസ്സാരമായി കൈയിൻ്റെ അറ്റത്ത് മുറിവറ്റി വന്നവരും ഒക്കെ കുറേ ആൾക്കാരുണ്ട്. അവിടെ ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട്. എല്ലാവരുടെ അസുഖം പെട്ടെന്ന് ഇല്ലാതായി പോവാണ്. അവിടെയുള്ള രോഗികൾ വരെ മാറിക്കൊടുക്കുകയാണ്. രോഗികളൊക്കെ കാലൊക്കെ പൊട്ടി ഫ്ലാസ്റ്റർ ഇട്ട രോഗികളൊക്കെ അവരൊക്കെ അങ്ങോട്ട് മാറിക്കൊടുക്കുകയാണ് ഈ കുട്ടി. കാരണം എന്തൊരു ഭീകരമാണ് പടച്ചറപ്പെ. ഇങ്ങനെയുള്ള അത്യാഹിത അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാക്കണേ അല്ലാ. വഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. പരീക്ഷണങ്ങൾ എന്തൊക്കെയാ ദുനിയാവിൽ ഓരോരുത്തർ നേരിടേണ്ടി വരുന്നത്, ഓരോ കുടുംബങ്ങൾ നേരിടേണ്ടി വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹു തന്ന ജീവിതം തന്നെ അൽഹംദുലില്ലാ എന്ത് സുന്ദരമാണ്. നമ്മളൊക്കെ ജീവിക്കണത് റാഹത്തോടു കൂടെ ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും ഉറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇത് തന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നസ്സാഅതൻ ലിശ്ശവാ, തൊലി ഉരിച്ച് കളയുന്ന ഏറ്റവും വലിയ വേദനയുള്ള ശിക്ഷ ഈ ഭൂമിയിൽ എന്താണെന്നറിയോ? തൂങ്ങി മരണമല്ല. ആത്മഹത്യ ചെയ്യുന്നവർ ആരെങ്കിലും ആത്മഹത്യ ഇസ്ലാമിൽ പാടില്ല കേട്ടോ. ആത്മഹത്യ ചെയ്യുന്നവനുള്ള ശിക്ഷ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ദുനിയാവിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടൊക്കെ എന്ത് പ്രശ്നമുള്ളത്? ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. നരകത്തിൻ്റെ മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളും അപ്രസക്തമാണ്. തായിഫിൽ വെച്ച് മുത്തു റസൂലുള്ളയെ കല്ലെറിയ, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ, ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുത്തു റസൂലിനെ സ്വന്തം കുടുംബക്കാർ കുട്ടികളെ വിട്ട് കല്ലെറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നിന്ന് രക്തം പൊടിയായി ഒഴുകുമ്പോൾ ഒരു തോട്ടത്തിൽ വന്നിട്ട്, ഒരു മരത്തിൻ്റെ ചോട്ടിൽ തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചാരിക്കിടക്കുമ്പോൾ വേദനയോടെ, മനസ്സിൽ ഏറെ വേദനയാ. മക്കയിൽ ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിട്ട് വല്ലാതെ മനസ്സ് അസ്വസ്ഥമായപ്പോൾ തൻ്റെ തായിഫിലെ കുടുംബത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതാ. അവിടുന്നും ആക്ഷേപങ്ങൾ. അള്ളാഹിൻ്റെ റസൂൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചു. ഹബ്ബുൻ നബിയൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. ഒരു പ്രവാചകനും അനുഭവിച്ചത്. സ്വന്തം നാട്ടിൽ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിനൊക്കെ സ്വന്തം ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കിയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കണം. നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. സ്വന്തം നാട് വിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭീകരമാണ്. സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വരിക, സ്വന്തം വീട്ടുകാർ പുറത്താക്കപ്പെടുക, അതിൻ്റെയൊക്കെ പെയിൻ ജീവിതത്തിൽ അനുഭവിക്കണം.
അപ്പോൾ അള്ളാഹു ഈ പരീക്ഷണങ്ങൾ നിന്നൊക്കെ അള്ളാഹുവെ നമ്മളെ കാക്കണേ അള്ളാഹുവെ ഉള്ള പരീക്ഷണങ്ങൾ അതൊക്കെ ചെറുതായി പോകും. നമുക്ക് വലിയ പരീക്ഷണങ്ങൾ വന്നാൽ ഉള്ള പരീക്ഷണമൊക്കെ ചെറുതായി പോകും. നമുക്കൊന്നുമില്ല എന്നുള്ള പ്രശ്നം. ഇന്ന് നമുക്ക് സുഖമാണ്, എല്ലാറ്റിനും സൗകര്യങ്ങളും എല്ലാം അൽഹംദുലില്ലാ നമുക്ക് സന്തോഷമാണ്. ഉള്ളതിൽ തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ടാൽ നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഐശ്വര്യമുള്ളവരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടത് പറയുമ്പോൾ അത് നമ്മൾ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. തൊലി ഉരിച്ച് കളയുന്ന കഠിനമായ ശിക്ഷ. മുജ്രിം, കുറ്റവാളികൾ, താൻ തോന്നികളായി ജീവിച്ചവർ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴങ്ങാതെ തോന്നിവാസികളായി ജീവിച്ചവർക്ക് വലിയ ശിക്ഷയാണ് നൽകാൻ പോകുന്നത്. തദ്ഉ മൻ അദ്ബറ വതവല്ല. അവരുടെ പ്രത്യേകത അവര് അദ്ബറ വതവല്ല, അവർ പിന്തിരിഞ്ഞവരാണ്. തവല്ല, അവർ പുറംതിരിഞ്ഞു നിന്നവരാണ്. എന്തിനു? തദ്ഉ, ഈ ദഅവത്തിലേക്ക്, ഈ സത്യദർശനത്തിലേക്ക്, ഈ തൗഹീദിലേക്ക്, നന്മയുള്ള ഒരു ജീവിതത്തിലേക്ക്, സത്യം, നീതി, ധർമ്മം, ക്ഷമ, വിട്ടുവീഴ്ച, സഹനം, നന്മയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് അവർ പുറംതിരിഞ്ഞു പോയവരാണ് ഈ മുജ്രിം. അപ്പോൾ ആരാ മുജ്രിം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കി നമ്മുടെ ആത്മാവിനോട് ചോദിക്കണം. അള്ളാഹിൻ്റെ ഇഷ്ടങ്ങളുമായി ജീവിതത്തിൽ നമ്മൾ ആരൊക്കെ ദ്രോഹിക്കുന്നുണ്ടോ, സഹജീവികളോടുള്ള പെരുമാറ്റം പോലും നമുക്ക് എത്ര പേര്, അതായത് നമ്മുടെ സ്വഭാവം പോലും എത്ര നല്ലതാണ് ഓരോരുത്തർ ആത്മവിചാരണ നടത്തുന്നത് കുറ്റമാണ്. അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ അള്ളാഹു നമ്മുടെ വിഷയത്തിൽ അള്ളാഹിൻ്റെ ആരാധനാനുഷ്ഠാനം നിസ്കരിച്ചില്ല, അള്ളാഹ് പുറത്തു തരും. നിസ്കരിക്കണ്ട എന്നല്ല പറയുന്നത്, നിസ്കരിച്ചില്ല നമ്മൾ വിട്ടുപോയി അള്ളാഹു പുറത്തു തരും. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഇബാദത്തുകളിൽ നമുക്ക് വീഴ്ചയുണ്ടോ, ഒരു പക്ഷേ അള്ളാഹ് പുറത്തു തന്നേക്കാം. പക്ഷേ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വീഴ്ച വരുത്തിയവർ, അയൽവാസികളോട്, സുഹൃത്തുക്കളോട്, മാതാപിതാക്കളോട്, ഭാര്യയോട്, മക്കളോട്, മനുഷ്യരോട് ഇടപഴകുന്ന, താഴെക്കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിനോട് ഇടപഴകുന്ന മനുഷ്യരോട് നല്ല നിലയിൽ പെരുമാറാത്തവൻ, നല്ല രീതിയിൽ സ്വഭാവം കാണിക്കാത്തവൻ, അവൻ മുജ്രിമാണ്, കുറ്റവാളിയാണ്. എന്നിട്ട് അവൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മേലെ പറഞ്ഞ് ഈ കരിച്ചു കളയുന്ന സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യയെയും തൻ്റെ സഹോദരങ്ങളെയും പുറപ്പിനെയും ലോകത്തെ മുഴുവൻ മനുഷ്യരെയും അങ്ങോട്ട് കൊടുത്തിട്ടെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായെന്ന് അത്രമേൽ ഭീകരമായ കരിച്ചു കളയുന്ന ശിക്ഷ ലഭിക്കുന്ന ആ മുജ്രിമായ കുറ്റവാളിയുടെ പ്രത്യേകത ഒന്ന്, അവർ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കുന്നവരാണ്. ഒരു തരത്തിലുള്ള നസീഹത്തും വിശുദ്ധ ഖുർആനും അവരുടെ മനസ്സിലേക്ക്, കൽബകങ്ങളിലേക്ക് ഇറങ്ങൂല. അവരാവട്ടെ അവര് സമ്പത്തെല്ലാം ശേഖരിച്ചു വെക്കുന്നവരാണ്. അവരിങ്ങനെ പൈസ ഉണ്ടാക്കുക, അതിങ്ങനെ കൂട്ടി വെക്കുക, അതിങ്ങനെ വലുതാക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഈ പണി തന്നെ ചെയ്തുകൊണ്ട് നമ്മൾ എത്ര പേരെ കണ്ടിട്ടുണ്ട് കൊടുക്കാതെ. ആർക്കും കൊടുക്കൂല. പിശുക്കന്മാരെങ്ങനെ ഉണ്ടാക്കന്നെ അവിടെ പറമ്പെടുക്കുന്നു, ഇവിടെ പറമ്പെടുക്കുന്നു. സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ ഇസ്ലാം എതിരല്ല. പക്ഷേ ഒരു കാര്യം പറയാ, വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറഞ്ഞേക്കുക. അള്ളാഹിൻ്റെ റസൂല് സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിൽ ഭൂമിയിലുള്ള ദരിദ്രന്മാർ, ഭൂമിയിലുള്ള അധികമൊന്നും സുഖത്തിൽ ജീവിക്കാത്ത പാവങ്ങളായ ആളുകളാണ് ഭൂരിപക്ഷവും സ്വർഗത്തിൽ. സമ്പന്നരുണ്ട് ഇല്ല എന്നല്ല, ഭൂരിപക്ഷം ഉള്ളത് എന്ന് വെച്ചാൽ സമ്പത്തിൽ ജീവിക്കുന്നവർ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ തരക്കേടില്ലാതെ ജീവിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പരലോകം നഷ്ടപ്പെടുത്തരുതേ, ദുനിയാവിന് വേണ്ടി ജീവിച്ച് ഇത് മത്താഹുൽ ഖുറൂറാണ്. മത്താഹുൽ ഖുറൂർ എന്നാണ് പറഞ്ഞത്, വഞ്ചനാത്മകമായ ചതിച്ചരക്കാണ്. ഇതൊരു ട്രാപ്പാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. എത്ര കിട്ടിയാലും മതിയാ. എപ്പോഴും നമുക്ക് പല ആഗ്രഹവും ഇല്ലേ? ഈ ആഗ്രഹങ്ങളൊക്കെ എവിടെ കൊണ്ട് തീരും അല്ലേ? ഒരു ബൈക്ക് വാങ്ങിയവന് കാറ് വേണം, കാറ് വാങ്ങിയവന് മറ്റേ കാറ് വേണം, അതിനേക്കാൾ വലുത്. ഈ ഫോൺ വാങ്ങിയാൽ അതിനേക്കാൾ വലിയ ഫോൺ. അങ്ങനെ ഇത് തീരാത്ത കൊതി പോലെ. സ്വർണം വാങ്ങിയാൽ അത് വാങ്ങിയാൽ, മാല വാങ്ങിയാൽ ഇനി വള വാങ്ങണം, വള വാങ്ങിയാൽ അത് വേണം. അങ്ങനെ വീടുണ്ടാക്കിയവന് ഇനി അങ്ങോട്ട് അപ്സ്റ്റെയർ എടുക്കണം, അങ്ങോട്ട് വർക്ക് ഏരിയ ഇങ്ങോട്ട് കെട്ടണം, അത് മതിൽ അങ്ങോട്ട് കെട്ടണം. ഇത് തീരാത്ത പ്രോജക്റ്റാണ്.
ഇത് തീരെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ മാത്രമേ തീരുള്ളൂ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ. ഹലൂആ ആയിട്ടാണ് മനുഷ്യന്മാർ. ഈ മനുഷ്യനെ സൃഷ്ടിച്ച് തന്നെ തീർച്ചയായും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ ഹലൂവയാണ്, ക്ഷമ കെട്ടവരാണ്. വസ്ബിർ സബ്രൻ ജമീല എന്ന് പറഞ്ഞത് അതാണ്. ക്ഷമിക്കാൻ സാധിക്കണം പ്രിയമുള്ളവരെ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പല നിലക്കും വരും, പല നിലക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും, സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാവും, മക്കളകന്നു പോവും, ഭാര്യ അകന്നു പോകും, എല്ലാ വേദനകളും സഹിക്കേണ്ടി വരും, ആശുപത്രിയിൽ പോകേണ്ടി വരും, സർജറികളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, രോഗങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് ജീവിതം. ക്ഷമിച്ചേക്കണം. അള്ളാഹുവെ വെറുക്കല്ലേ. അള്ളാഹിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ. അള്ളാഹിൻ്റെ പരീക്ഷണം ഒന്നുമില്ലെങ്കിലും അയ്യൂബ് നബിയുടെ ആ വേദനാജനകമായ അസുഖത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. വർഷങ്ങളാണ്, 7 ചില റിപ്പോർട്ടിൽ പറയുന്നു, 12 വർഷം എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ. കുഷ്ഠരോഗം വന്ന് വല്ലാതെ പ്രയാസപ്പെട്ട അയ്യൂബ് നബി ഒരിക്കൽ പോലും അള്ളാഹുവേ എൻ്റെ രോഗം ഒന്ന് മാറ്റല്ല എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അയ്യൂബ് നബിയോട് സ്വന്തം ഭാര്യ വരെ ഉപേക്ഷിച്ച്, കുടുംബക്കാരുപേക്ഷിച്ച് അങ്ങ് കാട്ടിലേക്ക് മല കയറിപ്പോയിട്ട് അവിടെ ജീവിച്ച് ആ ജനങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു പ്രവാചകനെയാണല്ലോ ഈ കഷ്ടപ്പെടുത്തുന്നത് എന്ന് സ്വന്തം നാട്ടുകാർ വരെ വല്ലാതെ കളിയാക്കി പരിഹസിച്ച് വിളിച്ചപ്പോൾ പോലും അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരിക്കലും അള്ളാഹുവോട് ദുആ ചെയ്തിട്ടില്ല. എന്നാൽ അള്ളാഹുവോട് എന്നിട്ട് അയ്യൂബ് നബി പറഞ്ഞത് നന്ദിയുടെ വാക്കാണ്. ഇത്രയും കാലം ആരോഗ്യത്തോടെ അള്ളാഹു എന്നെ ജീവിപ്പിച്ചില്ലേ, അതുകൊണ്ട് അള്ളാഹ് തന്ന പരീക്ഷണമാണ്. അള്ളാഹു ആ പരീക്ഷണത്തിന് എന്നെ തിരഞ്ഞെടുത്തല്ലോ, അതുകൊണ്ട് ഞാൻ സ്വബറുള്ള സ്വാബിരിയിൽ പെട്ടവനാകണം. ക്ഷമിക്കണം. അങ്ങനെ ക്ഷമ കൈകൊണ്ട് അതിൽ അള്ളാഹു സെലക്ട് ചെയ്താണ് അല്ലെ ക്ഷമയുടെ പ്രവാചകന്മാർ. ഇബ്രാഹിം അലൈഹിസ്സലാം എന്തൊക്കെ പരീക്ഷണങ്ങൾ, മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ പരീക്ഷണങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഇതിലൊക്കെ ക്ഷമിക്കുക. ജീവിതത്തിൽ വിഷമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, ഇതിലൊക്കെ ക്ഷമിക്കുക. അള്ളാഹു നമ്മൾ അങ്ങനെ ഹലൂവായിട്ടാണ്, ക്ഷമ കെട്ടവനാണ്. നമ്മൾ ക്ഷമിക്കൂല. നമുക്ക് നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയാണ്. പിന്നെ ഒരു മെച്ചൂരിറ്റി ഒക്കെ വന്ന് 10-40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു ക്ഷമയുടെ തലത്തിലേക്കൊക്കെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ വളരുക. ഇതാ മസ്സഹു ശർറു ജസൂആയിട്ട് വെപ്രാളത്തോടെ ഒരു വിപത്ത് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ വെപ്രാളം കാട്ടും. ഒരു ഷർറ് ജീവിതത്തിൽ വന്നാലോ അവന് വല്ലാത്ത വിറളി പിടിച്ചവനായിട്ട് കാണും. അങ്ങനല്ലേ നമ്മളും? അങ്ങനെയല്ലേ? നമുക്ക് വല്ലാത്ത ടെൻഷനല്ലേ? നിങ്ങളിപ്പോൾ സമാധാനത്തോടെ ഈ ഖുർആൻ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ഫ്രീ ആയത് കൊണ്ടാണ്. നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സെങ്ങനെ ഉണ്ടാവുക? നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇല്ലേ? നമ്മുടെ മനസ്സിൽ ഇങ്ങോട്ട് അത് നമ്മൾ വല്ലാതെ അങ്ങോട്ട് അല്ലേ, ചിലപ്പോൾ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ചെറിയൊരു വിഷമം വരുമ്പോഴത്തേക്ക് നമ്മൾ വഴിവിട്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരു വെപ്രാളത്തിലേക്ക് നമ്മൾ മാറും. ഇതൊക്കെ നമ്മളെ പറ്റിയല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇദാ മസ്സഹുൽ ഖൈറു മനൂആ. എന്നാലാവട്ടെ അള്ളാഹു എന്തെങ്കിലും നേട്ടം കിട്ടിയാലോ ഖൈർ കിട്ടിയാലോ മനൂആ കെട്ടിപ്പൂട്ടി വെക്കും ചെയ്യും. അപ്പോൾ ഈ ഖൈറും ഷെറും വരുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്താകണം? അതല്ല മുജിരിമിൻ്റെ നിലപാട്. മുജിരിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി, തെറ്റ് ചെയ്യുന്ന ആൾ. ഒരു കുറ്റം ചെയ്യുന്ന അതിക്രമിയായൊരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൽ ഒരു ഷെറുണ്ടായാൽ അയാളും വെപ്രാളം പെടും. നമ്മളും അങ്ങനെ ആവരുത്, നമ്മളങ്ങനെ വെപ്രാളപ്പെടരുത്. ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. മരണം, ഉമ്മ മരിച്ചു, ഇന്നാലില്ലാഹി നമ്മൾ ആ ഉമ്മ മരിച്ചവരിതിൽ കേൾക്കുന്നുണ്ടാവും, ഉമ്മ മരിച്ചു പോയവരിതിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവും, മക്കൾ മരിച്ചു പോയവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ രക്തബന്ധുക്കളൊക്കെ മരണപ്പെടുമ്പോൾ ആ വേദന വല്ലാത്ത വേദനയാണ്. പക്ഷേ അത് അല്ലേ, നമുക്ക് വാവിട്ട് കരയാ അലമുറയിട്ട് കരയാനൊന്നും പാടില്ല, ഇസ്ലാമിൽ പാടില്ല. അപ്പോൾ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യരുത്. അത് കുറ്റവാളികളുടെ ശീലമാണ്. കുറ്റവാളികളായിട്ടുള്ള മുജിരിമായ നരകവാസികളുടെ പ്രത്യേകത ഈ മരണമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര നമുക്ക് ഒറ്റേ പറയാനുള്ളൂ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളും അങ്ങോട്ട് മടക്കപ്പെടേണ്ടവരാണ്. ഞങ്ങൾക്കൊരു പ്രയാസമില്ല. എൻ്റെ സഹോദരൻ ഇന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അല്ലാഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ പറയുമ്പോൾ നല്ല സുഖം, നിങ്ങളത് അനുഭവിക്കണം. ഉമ്മ മരിച്ചു എന്ന് കേൾക്കുന്ന ആ മുഹൂർത്തം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലാതായി പോകുന്ന ഒരു സന്ദർഭമാണ് ഉമ്മയുടെ മരണ വാർത്ത. അത് സ്വന്തം ഉമ്മ പോയി. പിന്നെ ഉമ്മമാരെ കാണുമ്പോൾ ഒരു ആദരവാണ്. പിന്നെ ആ മനുഷ്യൻ അതുവരെ ഒരു പക്ഷേ ഉമ്മ മരിക്കണവരെ ഉമ്മാക്ക് ഒരു വില കൽപ്പിക്കാത്ത മനുഷ്യൻ
പിന്നെ ഒരു ഉമ്മാനെ കാണുമ്പോൾ, അല്ലെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഉമ്മാനെ കാണുമ്പോൾ അവൻ്റെ കണ്ണറിയാതെ താഴുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രസവിച്ച് പോറ്റി വളർത്തി, എൻ്റെ കണ്ണെന്നൊരു കണ്ണുനീര് പോലും സഹിക്കാത്ത പ്രിയപ്പെട്ട ഉമ്മ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ അല്ല, ഈ ഭൂമിയിലെ യാഥാർത്ഥ്യം അതാണ്. ഒരു ഉമ്മ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പിന്നീട് വരുന്ന ഭാര്യയ്ക്ക് പോലും സാധ്യമല്ല. ഏറ്റവും കൂടുതൽ ശരിക്കും ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഭാര്യയാണ് വരിക, ഒരു ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവാണ് വരിക. ഏറ്റവും ജീവിതത്തിൽ കൂടുതൽ കാലം, ഒരു 10, 40, 50 കൊല്ലം, ഒരു കൊല്ലക്കാലം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അവരെങ്കിലും അത്രമേൽ സ്നേഹം, അത്രമേൽ ഒരു ഉമ്മ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ ഒരു പക്ഷേ ഭാര്യയ്ക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ ആ ഉമ്മയും മരണം അതൊരു വേദനയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഷെറ്, അതൊരു മരണം ഒരു ഷെറാണ്. ഷെറായിട്ട് കാണുമ്പോഴും ഷെറല്ല. ശരിക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നാൽ അവൻ്റെ സ്വർഗലോകത്തേക്കുള്ള സുന്ദരമായ വാതിലാണ്. അതുകൊണ്ട് മരണം പേടിക്കേണ്ട സംഗതിയല്ല ഒരിക്കലും. പക്ഷേ ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ ആത്മനിയന്ത്രണത്തോടെ നേരിടാൻ സാധിക്കണം വിശ്വാസിയാണെങ്കിൽ. ഇതാ മസ്സഹുൽ ഖൈറു മനുഅ, ഒരു ഖൈറുണ്ടായാൽ കുറച്ച് പൈസ കിട്ടി, അധികം പൈസ കിട്ടി, അധിക ലാഭം കിട്ടി, മറക്കരുതേ കുടുംബത്തിലെ പാവങ്ങളെ മറക്കല്ലേ, സ്വന്തം രക്തബന്ധുവായ അനിയനെ മറക്കല്ലേ, സ്വന്തം ഉമ്മാനെ മറക്കല്ലേ, ഉപ്പാനെ മറക്കല്ലേ. പലപ്പോഴും പലരും ഈ സമ്പത്ത് ഉണ്ടായിട്ട് പോലും അത് തൻ്റെ വീട്ടുകാർക്ക് പോലും ഉപയോഗപ്പെടുന്നില്ല, നല്ല ഭക്ഷണം പോലും വാങ്ങി കഴിക്കുന്നില്ല എന്നുള്ളതാണ് പിശുക്കന്മാരുടെ ഒരു അവസ്ഥ. നോക്കണേ അല്ലേ, അങ്ങനെ ഉണ്ട്. ഈ ഹൈർ അള്ളാഹ് തരുമ്പോൾ അത് തടഞ്ഞു വെക്കരുത്. ആ ഹൈർ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ, തൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും. അല്ലേ, ഒരാൾ പറയുന്നത് കല്യാണം കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തോളം 25 കൊല്ലത്തോളം എൻ്റെ ഉമ്മ വാഷ് ചെയ്തത്, ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വീട്ടിൽ വാങ്ങിക്കൊടുക്കാൻ തോന്നിയത് എന്ന് പറയുമ്പോൾ എന്തോ ഒരു അവസ്ഥയാണ് അല്ലേ. എന്നാലോചിച്ച് നോക്കൂ. ആ ഭാര്യയ്ക്ക് പ്രയാസപ്പെട്ടപ്പോഴാണ് ഉമ്മ ഇത്രയും കാലം അതിൻ്റെ വില മനസ്സിലാവുന്നത്. അപ്പോൾ അതൊന്നും നമ്മുടെ കണ്ണിൽ, അവരിങ്ങനെ സേവനം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ അതൊന്നും കാണൂല. വൈദ മസ്സഹുൽ ഖൈറു മനുഅ, അതുകൊണ്ട് തടസ്സം നിൽക്കരുത്. ബാപ്പൻ്റെ പല്ലിങ്ങനെ അടഞ്ഞ് ഓരോന്നിങ്ങനെ പോവുക. എന്നിട്ട് അവസാന കാലമാകുമ്പോൾ, പ്രായമാകുമ്പോൾ, ബാപ്പൻ്റെ ആവട്ടെ ഉമ്മൻ്റെ ആവട്ടെ, അതിങ്ങനെ പല്ലുകളൊക്കെ ഇങ്ങനെ ഇല്ലാതെയാവും. അപ്പോൾ ഒരു പല്ല് വെച്ച് കൊടുക്കുക. അവർക്കൊന്നും ആളുകളുടെ മുഖത്തേക്ക് ചിരിക്കാൻ പോലും പ്രയാസമുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുക. ഇതൊന്നും ചെയ്യാത്തവരുണ്ട്, അതാ പറയുന്നത്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല അത്, വേണ്ടാന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ ബാപ്പയല്ലേ എമ്മല്ലേ അവരങ്ങനെയൊക്കെ ജീവിച്ചോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടരുത്. അവർക്കും അവരുടെ അവസാന കാലത്ത്, അതാണ് റഹ്മത്ത്. ഈ പ്രാർത്ഥനയല്ലേ, എന്ത് മനോഹരമാണ് ആ പ്രാർത്ഥന. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പോലെ എന്ന് പറഞ്ഞാൽ അത്രക്കും കെയർ ചെയ്തിട്ട് മാതാപിതാക്കൾ അങ്ങനെ പോറ്റി, അത് അതിലൊരു അടി കൂടി ഉണ്ട് മാതാപിതാക്കൾക്ക് കേട്ടോ. ആ ദുആയിൽ ഒരു തിരിച്ചടി കൂടി ഉണ്ട്. അതായത് ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പോലെ എന്ന ദുആ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ചിലരെങ്കിലും മാതാപിതാക്കൾ, വളരെ ചെറിയൊരു ശതമാനം, വളരെ ക്രൂരമായി മക്കളെ പോറ്റി വളർത്തുന്നവരുണ്ട്. അടിച്ചും പിടിച്ചും ദേഷ്യപ്പെട്ടും വല്ലാതെ കഷ്ടപ്പെടുത്തി മക്കളെ മാനസികമായി പീഡിപ്പിച്ചിട്ട് വല്ലാതെ ഒരു സ്നേഹം, ഒരു ഉമ്മ പോലും കൊടുക്കാതെ, ഒന്ന് ചേർത്ത് ആലിംഗനം പോലും ചെയ്യാതെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ. അതിന് കാരണം എന്തോ ആയിരിക്കാം, പക്ഷെ അവർക്ക് അങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ മാതാപിതാക്കൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കാരണം എന്താവട്ടെ, അത് തന്നെ തിരിച്ചു കിട്ടേണ്ട ഒരു സാഹചര്യം ആ ദുആലില്ലേ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, കമാ പോലെ, ഇതുപോലെ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പോലെ. ശരിക്കും നല്ലതാണ്, നല്ലത് തിരിച്ചു കിട്ടും. അതങ്ങനെ തന്നെയാണല്ലോ ഈ ദുനിയാവിലും. അങ്ങനെ അവസാന കാലത്ത് എല്ലാവർക്കും അവനവൻ്റെ ഒക്കെ കിട്ടിയിട്ടേ ഈ ലോകം അവസാനിക്കുള്ളൂ. എന്നാൽ മേലെ പറഞ്ഞ ഈ കുറ്റവാളികളായ ആളുകൾ സ്വന്തം ലോകത്തെ മുഴുവൻ ജനങ്ങളെ, തൻ്റെ ഭാര്യയെ, തൻ്റെ മകനെ, തൻ്റെ സുഹൃത്തിനെ, ഇവരെയൊക്കെ കൊടുത്തിട്ടെങ്കിലും നാളെ ആ വലിയ ശിക്ഷയിൽ നിന്ന്, തൊലികരിച്ച് കളയുന്ന ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കുന്ന മുജ്രിമിൻ്റെ അവസ്ഥയല്ല ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർ പറഞ്ഞാൽ നിസ്കാരക്കാർ പല ടൈപ്പുണ്ട്. ഈ മുസല്ലീൻ എന്ന പദം നമ്മൾ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരുണ്ട്. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാരായ ആളുകൾ ഈ വിഷയത്തിലൊന്നും അവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിസ്കാരക്കാർ എന്ന് പറഞ്ഞാൽ ആരാ?
എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരല്ല, കൂടുമ്പോൾ ചൊല്ലിയല്ല, ആഴ്ചയിൽ പോയി നിസ്കരിക്കുന്നവരല്ല, തോന്നുമ്പോൾ ചൊല്ലിയല്ല, ആൾക്കാർ കൂടുമ്പോൾ നിസ്കരിക്കുന്നവരല്ല, ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരല്ല. യഥാർത്ഥ നമസ്കാരക്കാർ അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ അവരുടെ സ്വലാത്തിൻ്റെ കാര്യത്തിൽ ദായിമൂനാണ്. ദായിമൂൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചൊല്ലുന്നതല്ല, അവരത് നിഷ്ഠയോടെ അതിൻ്റേതായ പവിത്രതയോടെ നിർവഹിക്കുന്നവരാണ്. അതെപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരെ പറ്റിയല്ല പറയുന്നത്, സമയനിഷ്ഠയോടുകൂടെ അതിൻ്റേതായ സമയത്ത് അത് ഏറ്റവും നല്ല ഖുശൂഅോടുകൂടെ അവർ ചെയ്യുന്ന ആളുകളെയാണ് ദായിമൂൻ, അത് അതിൻ്റെ മുറപ്രകാരം ചെയ്യുന്നവർ. വല്ലദീന, അവർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, അവരുടെ സമ്പത്ത്, അവരുടെ കാറ്, അവരുടെ വീട്, അവരുടെ എല്ലാം അത് ആവശ്യക്കാർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. ആവശ്യക്കാരിലേക്ക് കൊടുക്കുന്ന ആളാണ്, പിശുക്കനായിരിക്കില്ല അവർ. ഇന്ന് പലരും ബഖീലാണ് അംവാലിൻ്റെ കാര്യത്തിൽ, കൊടുക്കൂല എന്ന് വെച്ച് എന്താ ചെയ്യുക? അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരൊന്നും നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്നവരല്ലെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ലിസ്സാഇലി വൽ മഹ്റൂം, ആരാ ലിസായിൽ ചോദിച്ചു വരുന്നത്? ആരാണ് പ്രയാസപ്പെടുന്നത്? അവരുടെ സഹായിക്കാനുള്ള മനസ്സുള്ളവനാണ് ഈ നിസ്കാരക്കാരൻ. സ്വർഗാവകാശികളെ പറ്റിയാണ് പറയുന്നത്, നിസ്കാരക്കാരനാണ്. പക്ഷെ അവൻ ഇങ്ങനെ അറുപിശുക്കനായിട്ടുള്ള നിസ്കാരക്കാരുണ്ടെങ്കിൽ അവർ ഈ ഗുണത്തിൽ പെടൂല കേട്ടോ. ലിസായിലി, ചോദിച്ചു വരുന്ന ആളുകളെ സഹായിക്കുന്നവരാണ്. വൽ മെഹ്റൂം, ജീവിത വിഭവത്തിൽ തടയപ്പെട്ട പല കാരണങ്ങളാൽ നമ്മളെപ്പോലെ അധ്വാനിക്കാനോ ജോലി ചെയ്യാനോ പറ്റാത്ത മനുഷ്യന്മാർ ദുനിയാവിൽ ഒരുപാടുണ്ട്. അവർക്ക് അള്ളാഹു ഒരുപാട് പ്രയാസങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രമായിട്ട് സമ്പത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ദരിദ്രരായ മിസ്കീനുണ്ട്, അഗതികളുണ്ട്, യതീമുണ്ട്. അവരെയൊക്കെ സഹായിക്കുന്നവരാണ് ഈ നിസ്കാരക്കാർ. അങ്ങനെയുള്ള നിസ്കാരം കൊണ്ടേ പ്രയോജനമുള്ളൂ. അല്ലാത്ത നിസ്കാരം ഒരു നിസ്കാരമായിട്ടൊരു വലിയ നിസ്കാരക്കാരനായതുകൊണ്ടൊന്നും നാളെ സ്വർഗത്ത് കടക്കൂല എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് വിശുദ്ധ ഖുർആൻ. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, അവരുടെ മറ്റൊരു പ്രത്യേകത, അവർ യുസദ്ദിഖാണ് ബിയൗമിദ്ദീൻ, പരലോകത്തെ പ്രതിഫല ദിവസത്തെ അവർ സത്യപ്പെടുത്തിയവരെ. ഈ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പരലോകമുണ്ട് അങ്ങനെ പറയലല്ല. സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ പരലോക ജീവിതത്തിനേക്ക് വേണ്ടി ദുനിയാവിനെ ചിട്ടപ്പെടുത്തിയവനാണ്. അവൻ്റെ ബിസിനസ്സിൽ, അവൻ്റെ ജോലിസ്ഥലത്ത്, അവൻ്റെ അമാനത്തുകളുടെ വിഷയത്തിൽ അവൻ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണെന്നർത്ഥം. പരലോകമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പരലോക പ്രതിഫല ദിവസമുണ്ട്, യൗമിദ്ദീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ജീവിതം ദുനിയാവിലുണ്ട് എന്നുള്ളതാണ്. അവൻ്റെ കണ്ണിനെ, കാഴ്ചയെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക, ഗീബത്ത് പറയാതിരിക്കുക, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കുക, ഇടപാടുകളിൽ മറ്റുള്ളവരുടെ ഹറാമായിട്ടുള്ള സമ്പത്ത് തിന്നാതിരിക്കുക, ഹലാലായ രീതിയിൽ ജീവിക്കുക, നന്മ പ്രവർത്തിക്കുക, സഹധർമ്മിണിയോട്, ജീവിത പങ്കാളികളോട്, വീട്ടിലുള്ളവരോട്, ഉമ്മാനോട്, ഉപ്പാനോട്, അയൽവാസികളോട്, സമസൃഷ്ടികളോട്, പാവങ്ങളോട്, ബുദ്ധിമുട്ടുന്നവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും അവരുടെ അവകാശങ്ങൾ കൊടുക്കുകയും നീതിയോടെ, ധർമ്മത്തോടെ ധർമ്മജീവിതം നയിക്കുന്നവരായിരിക്കണം. അല്ലാത്തവരൊന്നും ഇത് പറഞ്ഞിട്ട് നിസ്കരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിസ്കരിച്ചിട്ട് കാര്യം ഉണ്ടാവുക ഇങ്ങനെയുള്ളവരാണ്. അവരുടെ പ്രത്യേകത പറഞ്ഞിട്ട് അള്ളാഹുവിന് നിർത്താൻ തോന്നുന്നില്ലല്ലോ പ്രിയമുള്ളവരെ. പിന്നെയും പറയാ, വല്ലദീനഹും, അവർക്ക് പ്രത്യേകതയുണ്ട്. മുജ്രിമായ, കഠിനമായ ശിക്ഷ ലഭിക്കുന്ന, വീണ്ടും അതിലേക്ക് തിരിച്ചു പോവാണ്. നമ്മുടെ ചിന്ത അവിടുന്ന് വരണം. അത്രമേൽ കഠിനമായ ശിക്ഷയിൽ നിന്ന് തൻ്റെ മക്കളെ കൊടുത്തിട്ടെങ്കിലും, അതിനേക്കാൾ വലുത് പറയണ്ടല്ലോ, ലോകത്തെ മുഴുവൻ കൊടുത്തിട്ടും ഈ ശിക്ഷയിൽ നിന്ന്, ഭയാനകമായ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിലെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, അത്രക്ക് വലിയ കഠിനമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികളുടെ ക്വാളിറ്റിയാണ് വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം, റബ്ബിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. ഇത് പറയുമ്പോൾ നിസ്സാരമാണെങ്കിലും ഈ നരകത്തെപ്പറ്റി പറയുമ്പോൾ, നരകത്തിൻ്റെ ഭയാനകതയെപ്പറ്റി പറയുമ്പോൾ, കരിച്ചു കളയുന്ന ശിക്ഷ എന്ന് പറയുമ്പോൾ എത്ര പേരുടെ മനസ്സാണ് ഭയവിഹ്വലമാകുന്നത്. അള്ളാഹുവേ ഓർത്തുകൊണ്ടുള്ള പേടിയോടെ, ഭയത്തോടുകൂടെ നാളെ പടച്ച റബ്ബേ എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കല്ലേ എന്ന
ഉള്ളൊരുക്കുന്ന ദുആയോടുകൂടെ കേൾക്കുന്ന എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് പ്രിയമുള്ളവരെ? യുഎയിലോ ഗൾഫ് രാജ്യങ്ങളിലോ രാത്രികാലങ്ങളിൽ വിശുദ്ധ റമദാനുകളിലെ രാത്രികളിൽ നിസ്കരിക്കാൻ പോയ അനുഭവമുള്ളവർ നിങ്ങളുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷയാണ് അറബി. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും, പ്രത്യേകിച്ച് ഗൾഫ് നാടിലൊക്കെ ജോലി ചെയ്യാൻ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്നവരാ. പകല് 50 ഡിഗ്രി ചൂടിൽ പണിയെടുക്കുന്നവർ റമദാനിലെ രാത്രി ഖിയാമുല്ലയിൽ നിസ്കരിക്കാൻ വന്ന് കൈകെട്ടിയിട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നരകത്തെപ്പറ്റി കേൾക്കുമ്പോൾ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് കണ്ണുനീര് കർശീഫെടുത്ത് കണ്ണുനീര് തുടക്കുന്ന സഹോദരങ്ങൾ, അറബ് സഹോദരങ്ങളെ കാണുമ്പോൾ അവർക്ക് വിശുദ്ധ ഖുർആൻ അർത്ഥം അറിഞ്ഞ് അള്ളാഹുവേ ഞങ്ങൾ മലയാളികളാ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠം ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ അന്യഭാഷയാണ്, എന്നാലും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അള്ളാഹുവേ വിശുദ്ധ ഖുർആനിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അള്ളാഹുവേ വിശുദ്ധ ഖുർആൻ അവർ മനസ്സിലാക്കുന്ന പോലെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അള്ളാഹുവേ വിശുദ്ധ ഖുർആൻ ഇത് ജീവിതത്തിൽ അത് അനുധാവനം ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരിക്കൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ സഹാബത്ത് ഇങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിരിക്കുന്ന കണ്ടു. സഹാബത്ത് ചോദിച്ചു, എന്താ റസൂലെ ചിരിക്കുന്നത്? നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ റസൂല് പറയാൻ തുടങ്ങി, നാളെ പരലോകത്ത് ഞാനിങ്ങനെ കാത്തിരിക്കും. എൻ്റെ സ്വർഗം വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗലോകത്ത് ഞാനിങ്ങനെ ജന്നാത്തുൽ ഫിർദൗസിൽ കാത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഞാനിങ്ങനെ എൻ്റെ വിശിഷ്ടരായ അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ചില ഫോളോവേഴ്സിനെ കാത്തിരിക്കും, എൻ്റെ അനുയായികളെ കാത്തിങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹുമാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ആ ഇരിക്കുന്ന സദസ്സാണ്. ഏത് റസൂലിൻ്റെ മുമ്പിലാണോ അവരിയ്ക്കുന്നത്, ഏത് റസൂലിന് വേണ്ടിയാണോ ജീവിതം മുഴുവൻ സമർപ്പിച്ച സഹാബത്ത്, ജീവനേക്കാളേറെ അള്ളാഹിൻ്റെ ഹബീബിനെ പ്രണയിച്ച സഹാബത്താ മുമ്പിലിരിക്കുന്നത്. ജീവൻ അവർക്ക് വിഷയമല്ല. അവർ അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ബദറും അഹദും ഖന്തഖും ഹുനൈനിലും ഒക്കെ പങ്കെടുത്ത് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയ സഹാബത്താ മുന്നിലിരിക്കുന്നത്. അവരെ വെച്ചിട്ട് അള്ളാഹിൻ്റെ റസൂല് പറയാ, ഞാനിങ്ങനെ കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ പരലോകത്ത് സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ എൻ്റെ മുമ്പിലേക്ക് വരുന്ന അത്ഭുതകരമായ വിശ്വാസത്തിൻ്റെ ഉടമസ്ഥരായ എൻ്റെ സമുദായത്തിൽപ്പെട്ട, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരിങ്ങനെ വരും, അവരെ കാണാൻ ഞാനിങ്ങനെ കാത്തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സദസ്സെന്ന് ഏതോ ഒരു സഹാബി ചോദിച്ചു, അത് ഞങ്ങളല്ലേ യാ റസൂലല്ലാ? ഉടനെ വന്ന് മറുപടിയല്ല, നിങ്ങളാരുമല്ല, നിങ്ങൾക്ക് ശേഷം ഒരു സമൂഹമുണ്ടാകും, താബീയങ്ങളായ സമൂഹമുണ്ടാകും, അതിനുശേഷവും സമുദായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ അന്യനാട്ടിലേതോ നാട്ടിൽ ഈ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ വിശുദ്ധ ഖുർആൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട്, എന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടവരെ പോലും അവർ കണ്ടിട്ടില്ല. ഏതോ ദേശത്ത് ജീവിക്കുന്നവർ, ഏതോ ഭാഷ സംസാരിക്കുന്നവർ, അവരുടെ മനസ്സിൽ കൽബകങ്ങളിൽ ഈമാനിൻ്റെ വിശ്വാസം ഉൾക്കൊണ്ട് അവർ ജീവിക്കും. അവരുടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, അവരുടെ നാട്ടിൽ ചുറ്റുവട്ടത്തും തെറ്റുകളുടെ ലോകമായിരിക്കും. ഹറാമും ഹലാലും എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലവും സാമൂഹിക ചുറ്റുപാടുകളിലും അവർ ജീവിക്കും. അവരുടെ രാജ്യത്ത് പ്രതികൂലമായ അവസ്ഥയായിരിക്കും. മുസ്ലിമായിട്ട് ജീവിക്കാനും വിശ്വാസമുയർത്തി ജീവിക്കാനും, കുടുംബത്തുനിന്നും നാട്ടിൽ പ്രയാസം നേരിടുന്ന, സ്വന്തം രാജ്യത്ത് പോലും പ്രയാസങ്ങൾ നേരിടുന്ന പ്രതികൂലമായ ഒരു കാലാവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. ആ അവസ്ഥയിൽ അവർ ദീനിനെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കും. ദീനിനെ അവർ കടിച്ചു പിടിച്ചുകൊണ്ട് ദീനിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള പ്രതികൂലമായ സാഹചര്യത്തിലും അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി ജീവിച്ചവരാണ്. അവരെ കാണാൻ ഞാൻ കാത്തിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളതിൽ ന്യായമായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മളല്ലേ ആ പറയുന്നത്? നമുക്കറിയില്ലല്ലോ, അറബ് ഭാഷ അറിയില്ല. ഭാഷയുടെ ആ അർത്ഥത്തിൽ അവർ ഉൾക്കൊള്ളുന്ന രീതിയിൽ ആ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനും
അതുപോലെ ഭയപ്പെടാനും നമുക്ക് സാധ്യമല്ല. എങ്കിലും വല്ലദീനഹും മിൻ അസാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, ആ ഒരു അന്ത്യനാളിൻ്റെ ആ അസാബിനെ തൊട്ട് അള്ളാഹുവിൻ്റെ അസാബിനെ പേടിയോടെ അവർ ജീവിക്കുന്നവരാണ്. അള്ളാഹിൻ്റെ നരകത്തിൽ നിന്നൊന്ന് രക്ഷ നേടണേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നവരാണവർ. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ, ഒരിക്കലും മഅ്മൂനായിട്ട് ഒരു നിർഭയാവസ്ഥയിൽ അവർ ജീവിക്കുന്നവരായിരിക്കില്ല. അള്ളാഹിൻ്റെ റബ്ബിൻ്റെ അദാബ് തീർച്ചയായിട്ടും നിർഭയാവസ്ഥയിലുള്ളതല്ല, അത് ഭീകരമായ ശിക്ഷ തന്നെയാണ്. അപ്പോൾ അത് ഓർത്തുകൊണ്ടും പരലോക ശിക്ഷ ഓർത്തുകൊണ്ടും ആ ഓർമ്മയിലൊക്കെ നമ്മൾ ജീവിക്കുന്ന വിശ്വാസികളെയാണ് നാളെ സ്വർഗലോകത്ത് സ്വർഗാവകാശികളായിട്ട് അള്ളാഹു ഖുർആനിലൂടെ വരച്ച് കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലെ ഞാനൊക്കെ സ്വർഗത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ട ആളാണെന്നൊന്നും ആരും വിചാരിക്കരുതേ പ്രിയമുള്ളവരെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. വല്ലദീനഹും, തീർന്നിട്ടില്ല അവരുടെ ക്വാളിറ്റി, പറഞ്ഞ് തീർന്നില്ലല്ലോ. നോക്കൂ, ആയത്തുകൾ ഇങ്ങനെ വരികയാണ്. എവിടുന്ന് തുടങ്ങിയതെന്നറിയോ? ഇത് ഇവിടുന്ന് തുടങ്ങി. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാരുടെ ക്വാളിറ്റികൾ ഇങ്ങനെ എണ്ണി പറയാ. അവർ നിസ്കാരത്തിൽ ദായിമൂനാണ്, വേണ്ട മുറപ്രകാരം അവരിഷ്ടത്തോടെ നിസ്കരിക്കുന്നവരാണ്. അവർ സമ്പത്ത് മറ്റുള്ളവർക്ക്, അഗതികൾക്ക്, മിസ്കീനും യതീമിനും വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടുന്നവർക്കും സമ്പത്തും എല്ലാം കൊടുക്കുന്നവരാണ്. ചോദിച്ചു വരുന്നവർക്കും ജീവിത വിഭവങ്ങൾ തടയപ്പെട്ടവരും പാവങ്ങളെയും സഹായിക്കുന്നവരാണ്. അവർ പരലോക ജീവിതത്തിൽ പ്രതിഫല ദിവസത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി ചെയ്യുന്നവരാണ്. വല്ലദീനഹും, പരലോകര ശിക്ഷയെ, അള്ളാഹിൻ്റെ അദാബിനെ തൊട്ട് അവർ ഭയമുള്ളവരാണ്. ആ ഭയം അങ്ങനെ അവരുടെ ജീവിതത്തിലുണ്ടാകും. അതൊരിക്കലും വിട്ടുമാറാത്തതാണ്. അങ്ങനെ ഭയപ്പെടേണ്ടത് തന്നെയാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഇത് വല്ലാത്തൊരായത്താണ്. അവരവരുടെ ഗുഹ്യഭാഗങ്ങളെ, അവരുടെ സദാചാരത്തെ അവർ സൂക്ഷിക്കുന്നവരാണ്. ഇത് വലിയ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ സൂക്ഷിക്കേണ്ട ഒരു വാക്കുകൂടിയാണ്. ഫുറൂജിഹിം ഹാഫിദ്. ഫുറൂജിഹിം എന്ന് പറഞ്ഞാൽ സദാചാരനിഷ്ഠമായൊരു ജീവിതം. നല്ലോടത്തും അവിഹിതങ്ങളാണ്. പലരും എവിടൊക്കെയാണോ നമുക്ക് അത്യാവശ്യം നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതിനൊക്കെ പോകുന്ന. ദുബായിൽ ഞാൻ ജീവിച്ചു. ദുബായിൽ കപ്പിൾ എക്സ്ചേഞ്ച്, ഞാൻ ഈ ഖുർആൻ്റെ മഹത്വം വെച്ചിട്ട് അത് അധികമായിട്ട് വിശദീകരിക്കുന്നില്ല. കപ്പിൾസ് എക്സ്ചേഞ്ച്, ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം കൈമാറുക 2 ദിവസത്തിനൊക്കെ, ഇതൊക്കെ നടക്കണം. അത് മുസ്ലിങ്ങളടക്കം ദുബായിലൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇങ്ങനെയുള്ള എല്ലാ വൃത്തികേടുകളും ഇന്ന് ലോകത്ത് പല ഭാഗത്തും നടക്കുമ്പോഴും സദാചാരത്തോടെ ഇതിലൊക്കെ നമുക്ക് പരിമിതികളുണ്ട്. ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്നതിലൊക്കെ സംസാരിക്കണ്ടെന്ന് ദീന് പഠിപ്പിക്കണില്ല. സംസാരിക്കേണ്ട ഘട്ടത്തിൽ സംസാരിക്കേണ്ടി വരും. ഒരു അന്യ സ്ത്രീയെ റോട്ടിൽ വെച്ച് കാണുന്നു, ഒരു കാര്യം ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടി വരും. ന്യായമായിട്ടും ചോദ്യം മറുപടി മനുഷ്യനാണ്, പരസ്പരം സംസാരിക്കേണ്ടി വരും. അയൽവാസികളായാലും സുഹൃത്തുക്കളായാലും അല്ലേ, ബാച്ചിൽ പഠിച്ചവരും പരസ്പരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കേണ്ടി. പക്ഷെ അതിനൊക്കെ പരിധികളുണ്ട്, ചില പരിധികൾ. അതൊക്കെ വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പുരുഷന് പ്രത്യേകിച്ച് ഇതിൽ മിക്കവാറും നഷ്ടപ്പെടാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ജീവിത വിശുദ്ധി നമ്മൾ പാലിക്കണം. ജീവിത വിശുദ്ധി നമുക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യ നമ്മുടേതാണ്, അള്ളാഹു അനുവദിച്ചെന്നതാണ്. ഇനി അത് പോരാത്ത അവസ്ഥ ഉണ്ട്, നീ 2ാമത് കെട്ടിക്കോ. അല്ലാതെ അന്യൻ്റെ മറ്റൊരു കുടുംബ ബന്ധം തകർക്കുന്നതിലേക്ക് നമ്മുടെ ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ഈ പുഴവക്കത്തൊക്കെ പോയി ഒളിഞ്ഞു നോക്കുന്ന ഒരു കാലം പൂർവ്വകാലത്തുണ്ടായിരുന്നു. ഈ സ്ക്രീന് വരുന്നതിൻ്റെ മുമ്പ് ടെലിവിഷൻ സ്ക്രീനും അതുപോലെ തന്നെ മൊബൈലും. ഇന്ന് മൊബൈലെല്ലാം ഉണ്ടല്ലോ, എല്ലാം ആയല്ലോ. അപ്പോൾ ഇതൊക്കെ വരുന്നതിൻ്റെ മുമ്പത്തെ കാലം അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം മൊബൈലുണ്ട്. ആരും അങ്ങോട്ടും പോയി ഒളിഞ്ഞു നോക്കണ്ട, ഒളിഞ്ഞോട്ടക്കാരും കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഒരു ഭ്രാന്തായി, ഇതുകൊണ്ടൊന്നും ഗുണം ഉണ്ടാവാൻ പോണില്ല. അവിഹിതം, തെറ്റായ ദുരാചാരങ്ങൾ, ദുർചിന്തകൾ, ഇതൊക്കെ പൈശാചികമാണ്. ഇതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു നന്മയുണ്ടാവാൻ പോകുന്നില്ല. ജീവിതത്തിൽ റഹ്മത്ത് വേണോ, ബർക്കത്ത് വേണോ, അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ അള്ളാഹ് തന്ന ഒരു ജീവിത പങ്കാളിയെ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അത് തൃപ്തിപ്പെടുക, അതിലപ്പുറത്തേക്ക് ആഗ്രഹിക്കാതിരിക്കുക, അത് പ്രധാനമാണ്.
അതന്നെയാണ് ഒരാളുടെ സദാചാരം. ഒരാളുടെ പരസ്യ ജീവിതം എത്ര നന്നാവണമെന്നല്ല. അല്ല ഇത് വലിയ പ്രാധാന്യത്തോടെ പറയാ. ഈ നിസ്കാരക്കാരായ ആളുകൾ അവരുടെ രഹസ്യ ജീവിതം ശുദ്ധമായിരിക്കണം. റൂമിൻ്റെ വാതിലടച്ചാൽ പിന്നെ ആരുമില്ല എന്ന് വിചാരിക്കുന്നവരെ അള്ളാഹു ഇത് കാണുന്നുണ്ട്. മലായിക്കത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ റൂമിലുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. മനസ്സിലെ തെറ്റായ വികാരങ്ങളിൽ വരെ അള്ളാഹു എല്ലാം അറിയുന്നവനായുള്ളപ്പോൾ തെറ്റുകളിൽ നിന്ന്, തെറ്റായ ചിന്തകളിൽ നിന്ന് നമ്മൾ വഴിമാറുക. നമ്മൾ മാറി നോക്കുക. ഈ ഇങ്ങനെയുള്ള തെറ്റായ രഹസ്യ ജീവിതത്തിൽ തെറ്റായ ചിന്തകളും തെറ്റായ കാഴ്ചകൾ കണ്ടുകൊണ്ടൊക്കെ ജീവിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങളിതിൽ നിന്ന് വിട്ടുനിന്ന് നോക്കൂ. ഒരു മാസം ഈ തരത്തിലുള്ള കാഴ്ചകൾ കാണൂല എന്നിട്ട് തീരുമാനിക്കും. അങ്ങനെയുള്ള വിചാരങ്ങൾ, ചിന്തകൾ നിങ്ങൾ ചെയ്യൂല എന്നൊന്ന് വിചാരിച്ചു. അത്ഭുതകരമായ കാര്യം അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. വേറൊന്നും വേണ്ട. കാരണം രഹസ്യ ജീവിതം നന്നാവണം. പരസ്യ ജീവിതം നന്നായ പോരാ. പുറമേ നമ്മൾ വലിയ തൊപ്പിയൊക്കെ വെച്ച് വലിയ വലിയ മഹത്വം കാണിച്ച് നടന്നിട്ട് നമ്മുടെ രഹസ്യ ജീവിതത്തിലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, രാത്രികളിൽ നമ്മുടെ എല്ലാ സദാചാര ബോധവും ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കും നിസ്കാരക്കാർ. അല്ലാത്ത നിസ്കാരക്കാരെ കൊണ്ട് പ്രയോജനമില്ല. അത് എല്ലാ വാക്കിലും എല്ലാ ആയത്തിലും അത് ചേർത്ത് പറയാം. അല്ലാത്തത് കൊണ്ട് പ്രയോജനമില്ല. ഇല്ലാ അലാ സുവാജിഹിം, അവരുടെ സൗജിൽ അതിനൊരു പ്രശ്നമില്ല. അവരുടെ ലൈംഗികത, അവർക്ക് അവരുടേതായ വിചാരങ്ങൾ എല്ലാം ശമിപ്പിക്കാൻ അവരുടെ സൗജുണ്ട്, അസുവാജുണ്ട്. അസുവാജ് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവുണ്ട്, ഭർത്താവിന് ഭാര്യയുണ്ട്. ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഈ ഔ മാ മലകത് ഐമാനുഹും എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ, പണ്ട് കാലഘട്ടങ്ങളിൽ തൻ്റെ പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, മലയാളത്തിൽ അതിനൊരു പദം ഉണ്ടായിരുന്നു, മുറപ്പെണ്ണ്. മുറപ്പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമൊക്കെ ഉറപ്പിച്ച് നമ്മൾ തന്നെ ആയിരിക്കാം. അതിന് രണ്ട് മൂന്ന് രീതിയിൽ മുഫസ്സിരിങ്ങൾ ഇതിന് പിന്നെ വിവക്ഷ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇത് മുറപ്പെണ്ണ്. എന്തായാലും കല്യാണം കഴിക്കാൻ പോകണമെങ്കിൽ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവർ ലൈംഗിക വീഴ്ച എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പെങ്ങൾ നമ്മളിപ്പോൾ ഒരു മഫ്ത ഇടാതെ തട്ടിടാതെ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ ലൈംഗികതയോടുകൂടിയല്ലല്ലോ പെങ്ങളെ നോക്കുക. പെണ്ണുങ്ങൾ നമ്മുടെ അവിടെ സ്നേഹമാണ്, അവിടെ മുഹബത്താണ്. പെങ്ങളെ കൈ പിടിക്കുമ്പോൾ, പെങ്ങൾക്കൊരു ഉമ്മ കൊടുക്കുമ്പോൾ, പെങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ, ഇതൊന്നും ആ രീതിയിലല്ലോ. അതുപോലെയല്ലോ വേറൊരു ഇത് പെണ്ണല്ലേ. ഇപ്പം നമ്മുടെ മൂത്ത മോള് അടുത്ത് വരികയാണ്, 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന മോള്. നമ്മൾ ശരീരത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ രീതിയിലല്ലല്ലോ നമ്മൾ കാണുക. അങ്ങനെ കാണാൻ കഴിയുന്ന ഒരാൾ മനുഷ്യനല്ല, അത് മൃഗമാണ്, അത് വേറെ വിഷയം. പക്ഷേ അങ്ങനെ കാണുന്ന ആളുകൾ, അതാണ് ഉമാ മലക്കത്ത് ഐമാനുഹും. അപ്പോൾ ആ രീതിയിൽ ഉള്ള ആളുകളോട് ഇപ്പോൾ ഒരു അധ്യാപകൻ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പെൺകുട്ടികളെ തൊടേണ്ട കാര്യമില്ല, പക്ഷെ പറയാം, ഒരു ചെറിയൊരു പെൺകുട്ടി അടുത്ത് വരുമ്പോൾ സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ അത് ഇസ്ലാമികമായിട്ട് ആക്ഷേപാർഹമല്ല. എന്നാലും പരിധികൾ പാലിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കുട്ടികളാണെങ്കിലും എന്തിനാണ് വെറുതെ നമ്മുടെ ജീവിതം കളയുന്നത് അല്ലേ? ഒന്ന് ജനങ്ങൾ വെറുതെ നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന എന്തിനാണ്? ഇതൊക്കെ സൂക്ഷ്മത പാലിക്കുക പരമാവധി. എത്ര മുഅ്മിനീങ്ങളായി ജീവിച്ച് 5 വക്ത് നിസ്കരിച്ച് വല്ലാതെ മക്കളും പേരമക്കളും ആയ ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടുപോകുന്ന എത്ര പേരുണ്ട്? അതിനൊക്കെ പല കാരണങ്ങളുമുണ്ട്. നമ്മൾ ഈ അക്കരപ്പച്ചയാണ് പലപ്പോഴും. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കാണണമെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ ജനലിലൂടെ ഇങ്ങോട്ട് നോക്കണം എന്ന് വെച്ചാൽ അക്കരപ്പച്ചയാണ് ഇതൊക്കെ. ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല. അള്ള തന്നില്ല. അത് വാഹനമായാലും അങ്ങനെയല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ട് ഏതൊരു പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ ആ ആദ്യത്തെ ഇഷ്ടമൊന്നും പിന്നെ ഉണ്ടാവില്ല. അത് വീട് വെച്ചാലും വാഹനം വാങ്ങിയാലും ഏത് കാര്യത്തിലും അങ്ങനെ. പക്ഷെ അത് നിലനിൽക്കുന്നത് അള്ളാഹുവോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എൻ്റെ ഭാര്യയോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറുന്നത്, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നത് അവരുടെ സ്വത്ത് മോഹിച്ചിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവരുത്. അള്ളാഹുവോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹു എന്നെ ഏൽപ്പിച്ച അമാനത്താണ് അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കണം. അപ്പോഴാണ് സുഭദ്രമായ കുടുംബ സംവിധാനം ഉണ്ടാവുക. അല്ലാതെ എപ്പോഴും സംശയമാണല്ലോ ഒട്ടുമിക്ക ബന്ധങ്ങളും തകർക്കുന്നത്. അത് ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്, പൈശാചികമാണ്. പിശാജ് ഉണ്ടാക്കുന്നതാണ്, സൗജുകൾക്കിടയിലുള്ള അകൽച്ച പിശാജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം.
അത് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ നിസ്കാരക്കാരായിട്ട് മാറുക. فمن ابتغى وراء ذلك فأولئك هم العادون. എന്നാൽ അതിനപ്പുറം ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലും, فمن ابتغى وراء ذلك فأولئك هم العادون, അവർ ആദൂനാണ് എന്ന് വെച്ചാൽ അവനൊക്കെ തെമ്മാടിയാണ്. അതിനപ്പുറത്തേക്കൊരു മനുഷ്യൻ ചിന്തിക്കുകയും അവൻ്റെ ചിന്തകളിൽ അത്തരത്തിലുള്ള വികാര വിചാരങ്ങളുമായിട്ട് ചിന്തകൾ തന്നെ അവന് ഉണ്ടെങ്കിൽ, തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുക, തൻ്റെ അയൽവാസിയുടെ ഭാര്യയെ ആഗ്രഹിക്കുക, കുടുംബത്തിൽപ്പെട്ട മറ്റാരുടെയും ഭാര്യയെ ആഗ്രഹിക്കുക, സൗജ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ ആ രീതിയിലുള്ള സംസാരങ്ങൾ, പെണ്ണായാലും ആണായാലും രണ്ടുകൂട്ടർക്കും, അവരൊന്നും നല്ലവരല്ലെന്ന്, അവരൊക്കെ അക്രമികളാണെന്ന്, അവർ ശുദ്ധ തെമ്മാടികളാണെന്ന്, അവരൊന്നും സ്വർഗാവകാശികളല്ലെന്ന്, അവരൊന്നും ഒക്കെ കുറ്റവാളികളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇത് ഓർത്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആ ചിന്തയിൽ നിന്നൊക്കെ മാറുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക, മതിയെന്ന് വെക്കുക. അത് വലിയൊരു ത്യാഗമാണ്, അള്ളാഹിൻ്റെ വലിയൊരു പരീക്ഷണമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ അടുട്ടെന്നിട്ടേ നോക്കരുത് എന്ന് പറയുക. അവിടെ കാഴ്ചകൾ, തെറ്റായ കാഴ്ചകൾ ഇട്ടെന്നിട്ട് നോക്കരുത് എന്ന് പറയുക. നല്ല രസകരമായ ഗൈബത്തൊക്കെ പറയാൻ എന്ത് രസാളുകളെപ്പറ്റി, ഇല്ലാ കഥകളും ഉള്ള കഥകളൊക്കെ ഇങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കാൻ എന്ത് രസമാണ്, മനസ്സിനൊരു തൃപ്തിയാലേ. പക്ഷേ അതൊക്കെ ഇല്ല, വേണ്ട എന്ന് വെക്കുന്നിടത്താണ് വിജയം. അതൊക്കെ ഈ വിശ്വാസികളായ 5 വക്ത് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർക്ക് ചേർന്ന പണിയല്ല. വലിയ ഖതീബായിട്ട് കാര്യമില്ല, വലിയ നിസ്കാരക്കാരനായിട്ട് കാര്യമില്ല. നാവടക്കണം, നാവിനെ സൂക്ഷിക്കണം. വാക്ക് വലിയ പ്രശ്നമാണ്. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കണമെന്നില്ല തൻ്റെ സുഹൃത്തായ മുമ്പിലുള്ള തൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വാക്കുകളെപ്പോഴും സദീദ് ഖുലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അമാലക്കും, അല്ലേ? ഖുലൂ ഖൗലൻ സദീദായിട്ടുള്ള വർത്താനം, ഏറ്റവും മൃദുലമായ വളരെ മനോഹരമായ രീതിയിലുള്ള സംസാരമാണ് നമ്മുടെ നാവിന്ന് പുറത്തു വരാൻ പാടുള്ളൂ. അതെല്ലാവരോടും അങ്ങനെ ആയിരിക്കണം. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, തൻ്റെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണ്. ഈ അമാനത്ത്, ഭാര്യ അമാനത്താണ്, ഭാര്യ അമാനത്താണ്, ഭർത്താവ് അമാനത്താണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരല്ലേ? നിങ്ങൾ ഭർത്താവല്ലേ, ഭാര്യയല്ലേ? നിങ്ങളുടെ സൗജില്ലേ, പങ്കാളി അമാനത്താണ്. അവളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ അമാനത്തിനെ നമ്മളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്ത് പോലെയാണത്. ഇപ്പോൾ ഒരാൾ നമ്മളെടുത്ത് ഇങ്ങനെ ഒരു സാധനം ഏൽപ്പിച്ചു, കയ്യിലിങ്ങ് പിടിക്കാൻ ഏൽപ്പിച്ചതാ, അയാളുടേതാ, തിരിച്ചു കൊടുക്കേണ്ടതാ. അപ്പം നമ്മളത് കേടുവരുത്താൻ പാടില്ല. എന്നതുപോലെ അമാനത്തായി മക്കൾ, ചില മാതാപിതാക്കൾ, ഞാൻ അധ്യാപകനായിട്ട് സ്കൂളുകളിൽ ജോലി ചെയ്ത സമയത്ത് മക്കളെ പറ്റി ഇങ്ങനെ കുറ്റം നിർത്തിയിട്ട്, അധ്യാപകനായ എൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റുഡൻറ്റിനെ ആ സ്റ്റുഡൻറ്റിൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും ചെയ്യരുതേ. നിങ്ങൾ അതിന് നല്ലത് അവനെ കത്തിയെടുത്ത് ഒരു കുത്ത് കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിലേക്ക് ഒരു ആയുധം കൊണ്ട് കുത്തി അവൻ്റെ മനസ്സിലിറക്കുന്നതിന് സമാനം. അവൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനോട് കുറ്റം പറയുന്ന മാതാപിതാക്കൾ, ഇതൊക്കെ വലിയ തെറ്റാണ്. ഇതൊന്നും നമ്മൾ ചെയ്യരുത്. പറയാം, അവരുടെ അസാന്നിധ്യം അവരുടെ നന്മ ഉദ്ദേശമുണ്ട് ഇന്നൊക്കെ അധ്യാപകരോട് പറഞ്ഞിട്ട് അത് ശരിയാക്കാൻ ഉപദേശം കൊടുക്കാനൊക്കെ പറയാം. പക്ഷേ നമ്മളതിനൊരു സുഖം, ഇപ്പം നമ്മുടെ ബാപ്പ, സ്വന്തം ഭർത്താവ് കുട്ടിയുടെ ബാപ്പനോട് പറയാണ്, നിങ്ങളെ മോനെ നോക്ക്, എന്ത് വൃത്തികേടാണ് ഇവൻ ചെയ്യുന്നത്, ഇവനൊന്നും നന്നാവൂല, അങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക. അതാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ആ കുറ്റപ്പെടുത്തിയുള്ള സംസാരങ്ങൾ, അത് ഭാര്യ ഭർത്താവിനോട് ചെയ്താലും, ഭർത്താവ് ഭാര്യനോട് ചെയ്താലും, മക്കളോട് ചെയ്താലും, മക്കൾ മാതാപിതാക്കളോട് ചെയ്താലും അത് ഗൗരവമുള്ള വിഷയമാണ്. അപ്പം അത് അമാനത്തായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാ കാര്യവും, സ്വത്താവട്ടെ, വാഹനങ്ങളാവട്ടെ, ഏത് കാര്യം അമാനത്തായി നമ്മൾ ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് വളരെ സൂക്ഷിക്കണം. അപ്പം ഭാര്യ അള്ളാഹ് തന്ന അമാനത്താണ്. അപ്പോൾ ആ അമാനത്തിനെ സൂക്ഷിക്കണം. അവരുടെ രഹസ്യ ജീവിതത്തിൽ ഒരു സംഗതിയും നിങ്ങളുടെ കിടപ്പറ വിട്ട് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നാവിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. നാട്ടിൽ ഒരുപാട് ഡിവോഴ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇനി ചിലയിടത്തൊക്കെ ഡിവോഴ്സ് ലീഗലി നടന്നില്ല എന്നേ ഉള്ളൂ, കുടുംബത്തിലൊക്കെ ഡിവോഴ്സ് ആയിട്ടുണ്ട്. എന്നോ 10 കൊല്ലം മുമ്പ് ഡിവോഴ്സ് ആയി പോരും. ഡിവോഴ്സ് ആയ ശേഷം ഒന്നിച്ച് വീട്ടിൽ ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ഇതിൻ്റെയൊക്കെ ആണിക്കല്ല് സംശയമാണ്, വന്നാണ്. ഇന്ന ബാലുന്നീസ്മുൻ, അത് പൈശാചികമാണ്, കുറ്റമാണ്. ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്തി സംശയത്തിൻ്റെ സംശയരോഗികളാണെന്നുള്ളതാണ് പുതിയ റിസർച്ച്, പുതിയ പഠനം. മിക്ക ആളുകളും സംശയരോഗികളാണ്. അതിൻ്റെ കാരണം ഈ റീൽസാണ്. ഇങ്ങനെ പലതും തെറ്റായി മിസ്ഗൈഡ് ചെയ്യുന്ന, തെറ്റായ രീതിയിലേക്ക് തെറ്റിലേക്ക് മാർഗദർശനം ചെയ്യുന്ന, ഹിദായത്തിലല്ല തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന പലരും റീൽസ് ഇങ്ങനെ ഇട്ടും ഇന്ന ഗുണങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ദോഷക്കാരനാന്നൊക്കെ പറഞ്ഞ് പലതും ഇങ്ങനെ അങ്ങ് അടിച്ചു വിടുക. അതൊക്കെ കേട്ട് അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ പരീക്ഷിക്കുകയാണ് ഭർത്താവിൽ, ഭാര്യയും ഭർത്താവും. ഇത് അന്ന് സിഹറായിരുന്നെങ്കിൽ ഇന്ന് റീൽസാണ് കുടുംബം തെറ്റിക്കുന്നത്. അത് പിശാച് ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതിവ്യക്തമായിട്ട് നമ്മുടെ മനസ്സുകളിലേക്കാണ് പിശാച് ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ ഒന്നിൻ്റെയും അവരെ ഒന്നും അപമാനിക്കരുതേ. നമുക്ക് പല രഹസ്യങ്ങളും പലപ്പോഴും സൂക്ഷിക്കേണ്ടി വരും, മാതാപിതാക്കളുടെ വിഷയമായാലും അതുപോലെ തന്നെ മക്കൾ. അതൊന്നും പുറത്തു പോയിട്ട് പറയരുതേ. പുറത്തുനിന്നൊരാൾ, തൻ്റെ അയൽവാസിയായ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ഭർത്താവ് ഭാര്യയെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുക, ഭാര്യ ഭർത്താവിനെ പറ്റി മോശമായിട്ട് താഴ്ത്തിക്കെട്ടി സംസാരിക്കുക, കുടുംബക്കാരുടെ മുമ്പിൽ അയൽവാസികളുടെ മുമ്പിലൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ചെയ്യരുതേ പ്രിയമുള്ളവരെ. നമ്മളൊരിക്കലും ഒരാളുടെ മനസ്സിനെയും വേദനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക സാധ്യമല്ല. അതോടൊപ്പം നമ്മുടെ കൂടപ്പിറപ്പുകളോ അയൽവാസികളോ സുഹൃത്തുക്കളോ രക്തബന്ധുക്കളോ ആരുടെ ആവട്ടെ ഒരാളുടെയെങ്കിലും മനസ്സിൽ നമ്മൾ കാരണം ഒരു ആശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ കാരണം ഒരു സന്തോഷമുണ്ടാവുകയാണെങ്കിൽ അത് അള്ളാഹുവോട് ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണ്, സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപിടിയാണ്. വഅഹ്ദിഹിം റാവുൻ, പ്രധാനപ്പെട്ടൊരു കാര്യം അത്. വാക്ക് പാലിക്കുക, കരാറുകൾ പാലിക്കുക. ഒരു കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ചാൽ അത് ചെയ്യുമെന്ന് പറയാ, അത് ചെയ്യുക. പലപ്പോഴും ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇല്ലാത്തൊരു ഗുണമാണ് വാക്ക് പാലിക്കുക. പണിക്കാർ മുതലെടുക്കുക, തേപ്പണിക്കാർ, വയറിങ്ങാർ, പ്ലംബിങ്ങാർ, മുസ്ലിമായിട്ടുള്ളവർ 5 വക്ത് നിസ്കരിക്കുന്നവർ, എന്നിട്ട് അവരായിട്ട് ഏറ്റെടുക്കുകയാണ്. ഞാൻ നാളെ എത്താം, നാളെ വിളിച്ച് ഞാനില്ല, 2 ദിവസം കഴിയും കേട്ടോ. അങ്ങനെ പറഞ്ഞ് പറ്റിക്കുക. പലരും പലയിടത്തും അത് കടമായിട്ട് കൊടുക്കാതിരിക്കുക, പറ്റിക്കാണ്. അറിയാം നാളെ പൈസ കിട്ടൂല, എന്നാൽ പാവത്തിനെ പറ്റിക്കണോ? പറഞ്ഞാൽ പോരെ, ഇല്ല നാളെ കിട്ടൂല, എൻ്റെ ഇല്ല, അത് പറയൂല. എന്നിട്ടെല്ലാം വാക്ക് തെറ്റിക്കുന്ന, കരാറുകളെല്ലാം തെറ്റിക്കുന്ന മനുഷ്യർ, വാക്ക് തെറ്റിക്കുന്നവർ. ഇത് മക്കളോട് വരെ കരാറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം, നാളെ ഇന്ന ചോക്ലേറ്റ് വാങ്ങിത്തരാൻ അത് കൊണ്ടുകൊടുക്കണം, അല്ലെ? നമ്മൾ പറ്റിക്കരുത്. വാക്ക് പറഞ്ഞ എല്ലാം നമുക്ക് അങ്ങനെയൊക്കെ പറ്റിക്കൊള്ളാം. പക്ഷെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾ പാലിക്കണം. വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ, സാക്ഷ്യങ്ങൾ അവർ ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതാണ്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് 2 രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. ഒന്ന് അള്ളാഹുമായിട്ടുള്ള സാക്ഷ്യങ്ങൾ, അള്ളാഹുവോടുള്ള വഴതയാണല്ലോ നിസ്കാരം, അതുപോലെ ഇബാദത്തിൻ്റെ വിഷയമാവട്ടെ, ഇതൊക്കെ അവർ പാലിക്കുന്നവരാണ്. സംഗതി സാക്ഷ്യം നിർത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ഒരു സ്വത്ത് തർക്കമായിട്ട് ബന്ധപ്പെട്ട് ഒരാളൊരു വിഷയത്തിൽ ഇടപെട്ട് അയാൾ അതിന് സാക്ഷിയാണ്. അപ്പം മറ്റേ അയാളെ കൂട്ടത്തിൽ വിളിച്ചുകൊണ്ടുപോയിട്ട് പറഞ്ഞേട്ടാ, നീ ഞങ്ങൾ പറഞ്ഞ പോലെ നിന്നാൽ മതി, എനിക്ക് ഇത്ര പൈസ തരാം എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ, അത് അങ്ങനെ പറ്റില്ല, ഞാനിതിന് ഓൾറെഡി സാക്ഷിയായി നിന്ന് എഴുതി അഗ്രിമെൻ്റ് ചെയ്തതല്ലേ, ഞാനിനി വാക്ക് തെറ്റിക്കൂല. അത് എൻ്റെ ഒരു ജീവിത വിശുദ്ധിയും എൻ്റെ നിലപാട് ഇതാണ്. എനിക്ക് നിന്നോട് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇതാണ് സാക്ഷ്യവും കരാറുകളും പാലിക്കുന്നതും. ആലോചിക്കും, നല്ല ഖുർആൻ എന്താന്നുള്ളതിൻ്റെ എന്താ നിസ്കരിക്കുന്നവൻ തീവ്രവാദിയല്ല, അവൻ ഭീകരവാദിയല്ല, അവൻ ഒരു നന്മമരമായിട്ട് മാറണം, നല്ലൊരു മനുഷ്യനാകണം എന്നുള്ളതാണ്. ഇത് ഖുർആൻ്റെ അന്തസത്ത എന്താണ്? പരലോകത്തും ഈ ലോകത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതത്തിൽ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിസ്കരിക്കുന്നവർക്ക് ആ ക്വാളിറ്റി ഉണ്ടാവണം. വാക്ക് പാലിക്കുന്നവരായിരിക്കണം, സത്യസന്ധരായിരിക്കണം, അവർ അനാവശ്യങ്ങളിൽ കണ്ണുകൊണ്ട് അനാവശ്യങ്ങൾ കാണാത്തവരായിരിക്കണം, അവർ ജീവിത വിശുദ്ധി കൊണ്ട് അവർ നന്മ മരങ്ങളായി നല്ല മനുഷ്യരായിട്ട് മാറുന്നവരാണ്.
സ്വർഗാവകാശികളെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടും. നമ്മളൊക്കെ ആത്മവിചാരണ നടത്തുക. നമ്മളാരും പൂർണ്ണരല്ല. നമ്മളൊക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക പലപ്പോഴും നമുക്ക് സാധിക്കൂല. നമ്മൾ കൂടുള്ളവരോട് ചോദിക്കുക. ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി നമ്മളോട് കുറ്റങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കുകയും തിരുത്താനുള്ളത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ. അവരുടെ പ്രത്യേകത അവരവരുടെ നമസ്കാരത്തിൽ ഹിഫ്ളുള്ളവരാണ്. സതിവായി സൂക്ഷ്മതയോടെ നിഷ്ഠയോടെ വല്ലാത്ത ഗൗരവത്തിൽ ആ വിഷയത്തെ കാണുന്നവരാണ്. നേരത്തെ പറഞ്ഞല്ലോ, ദായിമൂൻ പറഞ്ഞല്ലോ, അത് യുഹാഫിദു എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മതയോടെ. ഈ അതിസൂക്ഷ്മതയാണ്. യുഹാഫിദു എന്ന് പറഞ്ഞാൽ ഏതുപോലെ എന്ന് വെച്ചാൽ, നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകും, നിറഞ്ഞ പാത്രത്തിൽ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു തുള്ളി വീഴരുത്. അപ്പോൾ നമ്മൾ എത്രത്തോളം കെയർ ചെയ്തിട്ട് അത് കൊണ്ട് ആ സൂക്ഷ്മത അതിയായ സൂക്ഷ്മതയോടെ അതിൻ്റെ ഭവ്യതയോടെ അതിനെ കാണുന്നവരാണ്. ഉലൈക ഫീ ജന്നാതിൻ മുക്രമൂൻ. അവരാണ് ഏറെ ആദരിക്കപ്പെടുന്നവരും സ്വർഗത്തിൻ്റെ ഉടമസ്ഥരുമായ ആളുകൾ. അവർ സ്വർഗത്തിലാണ് കൂട്ടര്. എത്രമേൽ എത്ര ആയത്തുകളിലാ നിസ്കാരക്കാരുടെ ക്വാളിറ്റി പറഞ്ഞത്. ഈ നിസ്കാരക്കാരായി നല്ല മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് പറയുമ്പോൾ, അള്ളാഹുവേ ഞങ്ങളെ കൂട്ടരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ ഇങ്ങനെയുള്ള നിസ്കാരക്കാരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. തെറ്റുകളെന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നന്മ പ്രവർത്തിച്ചുകൊണ്ട് അമലുസ്സാലിഹാത്ത് ചെയ്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നിൻ്റെ ഇഷ്ടം നേടുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഫമാലില്ലദീന കഫറൂ ഖിബലക മുഹ്തിഈൻ. എന്താ ഈ കാഫിറുകൾക്ക് പറ്റിയത്? അവർ നിൻ്റെ നേർക്ക് പിന്നെയും തിരിഞ്ഞു വരികയാണല്ലോ. സത്യനിഷേധികൾ നിനക്കെതിരെ പാഞ്ഞെടുക്കുകയാണല്ലോ റസൂലേ. അനിൽ യമീനി വഅനി ശിമാലി അസീൻ. ഇടത്തുനിന്നും വലത്തുനിന്നും കൂട്ടം കൂട്ടമായി അവർ അറ്റാക്ക് ചെയ്യുകയാണല്ലോ. അതിന്നുണ്ടല്ലോ ലോകത്തെ എല്ലാ നാട്ടിലും സത്യനിഷേധികളായ ഒരു വിഭാഗം ഇങ്ങനെ ഇസ്ലാമിനെയും ഇസ്ലാമിക ജീവിത സംസ്കാരത്തെയും മുസ്ലിം സമുദായത്തെയും അധിക്ഷേപിക്കാൻ പല ഭാഗത്തു നിന്നും അവർ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അയതമഉ കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം. ഓരോരുത്തരും താൻ അനുഗ്രഹീത സ്വർഗത്തിൽ കടക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത്? അവർക്ക് തോന്നിയതുപോലെ അവർ തിന്നുകൊണ്ട് കുടിച്ചുകൊണ്ട് അവർക്ക് സുന്ദരമായ സ്വർഗത്തിലേക്ക് അവരങ്ങ് കടന്ന് ജന്നാത്തുൻ നഈമിലേക്ക് അവരങ്ങ് പ്രവേശിക്കുമെന്നാണോ അവർ കരുതുന്നത്? അല്ല, കല്ല, ഇന്നാ ഖലഖനാഹും മിമ്മാ യഅലമൂൻ. അവർക്ക് തന്നെ നന്നായി അറിയുന്ന മണ്ണെന്ന വസ്തുവിൽ നിന്നല്ലേ അവരെ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാവുന്ന ഈ ഒരു ഖലഖനാഹും മിമ്മാ യഅലമൂൻ, ഒരു ചെറിയ ഭ്രൂണത്തിൽ നിന്ന്, ചെറിയ ഒരു ബീജഗണത്തിൽ നിന്ന് അവരെ സൃഷ്ടിച്ചത് ഞാനല്ലേ? ഞാൻ അവരെ സൃഷ്ടിച്ചത് അവർക്കറിയില്ലേ? അത്രക്കും നിസ്സാരമായ അവസ്ഥയിൽ നിന്ന് വളർന്നു വന്നവരല്ലേ അവരിങ്ങനെ സുന്ദരമായി സ്വർഗത്തിൽ പോകാമെന്നാണോ ആ കുറ്റവാളികളുടെ, നിനക്കെതിരെ കാഫിറുകളായ ആളുകളുടെ വിചാരം? ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ലഖാദിറൂൻ. മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും എല്ലാറ്റിനും ഉടമസ്ഥനായ റബ്ബിൻ്റെ കാര്യത്തിൽ ആ റബ്ബിനെ മറികടക്കാൻ ഇവർക്കൊന്നും സാധ്യമല്ല. അവരൊന്നും വിചാരിക്കുന്ന പോലെ അങ്ങ് സ്വർഗത്തിൽ പോകാൻ സാധിക്കൂല. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ സ്വർഗത്തിൽ കടക്കൂ. അലാ അൻ നുബദ്ദില ഖൈറൻ മിൻഹും വമാ നഹ്നു ബിമസ്ബൂഖീൻ. അലാ അൻ നുബദ്ദില, അതിനുവേണ്ടി ബദലായിട്ട്, ഉദയാ ഖൈറൻ മിൻഹും വമാ നഹ്നു ബിമസ്ബൂഖീൻ, നിങ്ങൾക്ക് ബദലായിട്ട് ഈ ഉദയാസ്തമനങ്ങളുടെ മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും നാഥനായ റബ്ബിൻ്റെ എല്ലാ കഴിവുകളും ആ റബ്ബിൻ്റെ എല്ലാ ഉടമസ്ഥതയിൽപ്പെട്ടതും ആ ഉടമസ്ഥതയിൽപ്പെട്ടതായ ശക്തിയുള്ളത് കൊണ്ട് തന്നെ ഈ അർത്ഥത്തിൽ കാണുന്ന ഈ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ ചെറിയ നിസ്സാരമായ അവസ്ഥയിൽ അവ സൃഷ്ടിച്ചു വെച്ച ഈ കാഫിറുകൾ ഒരിക്കലും തന്നെ
അവർ ആഗ്രഹിക്കുന്ന പോലെ ജന്നാത്തുൽ ഫിർദൗസിൽ പോകില്ലെന്ന് മാത്രമല്ല, ആ ശക്തിമാനായ അള്ളാഹു, എല്ലാറ്റിനും കഴിവുള്ളവനായ ഖാദിറായ അള്ളാഹു ഒരു ബദലായിട്ട് നിങ്ങൾക്ക് പകരം മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നവനാണ്. അതായത് നിങ്ങൾക്കൊരു ശിക്ഷയുടെ ഭീഷണിയാണ് അവിടെ. നിങ്ങളെ സമുദായത്തെ നിങ്ങളങ്ങ് നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഖൈറായിട്ടുള്ള, നിങ്ങളെക്കാൾ ഖൈറുള്ള മറ്റൊരു സമുദായത്തെ കൊണ്ടുവരാൻ ഞാൻ കഴിവുള്ളവനാണ്, അങ്ങനെ ഞാൻ ചിന്തിച്ചേക്കാമെന്ന് അള്ളാഹു അവരെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അവരോട് പറഞ്ഞിട്ട് പറയാ, ഫദർഹും യഖൂദൂ വയൽഅബൂ, അവരങ്ങോട്ട് വിട്ടേക്കൂ, അവരവരുടെ കളിയായിട്ട് പോയിക്കോട്ടെ, അവരവരുടെ തോന്നിവാസങ്ങളിൽ മുഴുകിക്കോട്ടെ. ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യുഅദൂൻ, അവർക്ക് താക്കീത് നൽകപ്പെട്ട ദിവസം അന്ന് വരും. അവരിപ്പം അങ്ങനെ അവരുടെ കളിയിലും അവരുടെ തോന്നിവാസങ്ങളിലും മുഴുകി ജീവിച്ചോട്ടെ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിദൂൻ. യഖ്റുജൂന മിനൽ അജ്ദാസി, അവരുടെ ഖബറുകളിൽ നിന്ന് അവർ പുറപ്പെട്ട്, അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അവർ ഓടി അണയുന്ന ദിവസമാണ്. അവർക്കൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക്, നുസുബിൻ യൂഫിദൂൻ, ഒരു നസീബാക്കപ്പെട്ട സ്ഥലത്തേക്ക് അവരിങ്ങനെ ഒരുമിച്ച് ചേർക്കുന്ന സന്ദർഭമാണ്. അതിലേക്ക് ഓടി വരുന്ന പോലെ അവരോടുന്ന ദിവസമാണെന്ന്. ഖാശിഅതൻ, അന്ന് അവർ ഖബറിൽ നിണീറ്റ് അവരോടുന്ന ആ ഭയാനകമായ ഓട്ടത്തിൻ്റെ പേടിപ്പെടുത്തുന്ന രംഗമാണ്. ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ കണ്ണുകളിൽ ആ ഭയം കാണാം. അവരുടെ കണ്ണുകൾ താന്നു പോയ പോലെ, തർഹഖുഹും ദില്ല, അത് കുഴിഞ്ഞു പോയ പോലെ അവർക്ക് വല്ലാത്ത ഭയവിഹ്വലമായ ഒരവസ്ഥയാണ് ആ സത്യനിഷേധികൾക്ക്. ദാലിക്കൽ യൗമുല്ലദീ കാനൂ യുഅദൂൻ, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത്. ഈ അന്ത്യദിവസത്തിൽ, നാളെ സ്വർഗത്തിൽ ഈ മുജ്രിമായിട്ടുള്ള കുറ്റവാളികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോൾ, തൊലി കരിച്ചു കളയുന്ന വലിയ അദാബിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ, അള്ളാഹുവേ ഞങ്ങളെ ഈ അദാബിൽ പെടുന്ന ഈ കുറ്റവാളികളിൽ ഞങ്ങളെ ആ സ്വഭാവമുള്ളവരാക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവേ 5 വക്ത് നിസ്കരിക്കുന്ന, കൃത്യമായും നിഷ്ഠയോടെ ഇപ്പറഞ്ഞ ഗുണങ്ങളോടെ നിസ്കരിക്കുന്ന യഥാർത്ഥ മുസ്ലിയാക്കൾ, യഥാർത്ഥ മുസല്ലീങ്ങൾ, നിസ്കരിക്കുന്നവർ അള്ളാഹുവേ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതലേ നമസ്കാരം വിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല. അള്ളാഹുവേ ഞങ്ങളുടെ നിസ്കാരം ഹൃദയത്തോടെ, മനസ്സാന്നിധ്യത്തോടെ, തഖ്വയോടെ, ഖുശൂഅോടെ നിർവഹിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അവസരത്തിൽ നമസ്കാരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ പുറത്തു തരണേ അല്ലാ. നമസ്കാരത്തിൽ മനസ്സ് വിട്ട് മറ്റ് പല ചിന്തകളുമായി ഞങ്ങളുടെ നിസ്കാരത്തിൻ്റെ അദബിനെ പോലും തെറ്റിച്ച് കളയുന്ന രീതിയിൽ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ പുറത്തു തരണേ അല്ലാ. ഹൃദയ സാന്നിധ്യത്തോടെ, ഖുശൂഅോടെ നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. നമസ്കാരത്തിൻ്റെ ഇടയിലുള്ള ഞങ്ങളുടെ കൊച്ചു ജീവിതം, 5 വക്ത് നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള ഞങ്ങളുടെ ജീവിതത്തെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട്, ഈ സൂറത്തുൽ മആരിജിൽ പറഞ്ഞിട്ടുള്ള, നീ നിൻ്റെ കലാമിലൂടെ പറഞ്ഞിട്ടുള്ള ഉന്നതമായ ഗുണങ്ങളുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ ഇതുപോലെ നിന്നോട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. ഹൃദയങ്ങൾ വെമ്പുന്ന, ഹൃദയം വൈവഹുലമാകുന്ന വിശ്വാസികളെ പറ്റി പറഞ്ഞത് ഈമാൻ, വജിലത്ത് ഖുലൂബുഹും സാദത്തുഹും ഈമാനാ, നിങ്ങളുടെ മനസ്സുകൾ ഇങ്ങനെ ഭയവിഹ്വലമാകും. അള്ളാഹുവേ പറ്റി പറയപ്പെട്ടാൽ, പരലോകത്തെ രക്ഷാശിക്ഷകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈമാനോടെ മനസ്സ് ഭയവിഹ്വലമാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കൾ നാളെ പരലോകത്ത് മക്കളെ വരെ വെച്ചിട്ട് ആ കുറ്റവാളികൾ
ആളുകൾ അത്രമേൽ ഭയാനകമായ ശിക്ഷ കണ്ടത് കൊണ്ടല്ലേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും സ്വർഗത്തിലാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ പൊന്നുമക്കളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളെ, കൂടപ്പിറപ്പുകളെ, അയൽവാസികളെ, നാട്ടുകാരെ, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ജീവിക്കുന്ന ലോകത്തെ നല്ല മനുഷ്യരെ എല്ലാവരെയും സ്വർഗത്തിലാക്കണേ അല്ലാ. അള്ളാഹുവേ, അല്ലാത്ത സത്യവും നീതിയും പുലർത്തി ജീവിക്കുന്ന ധർമ്മിഷ്ഠരായ ഒരുപാട് ആളുകൾ അന്യ സമുദായത്തിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അള്ളാഹുവെ വഹിക്കാനാവാത്ത ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ വല്ലാതെ അസുഖങ്ങൾ ഒരുപാടുള്ളവരുണ്ട് അള്ളാഹുവെ. പലർക്കും ശരീരത്തിലുള്ള അസുഖം എന്തെന്ന് പോലും അറിയില്ല. അള്ളാഹു ഷിഫയാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ കടവും ബുദ്ധിമുട്ടുകളുമായിട്ട് ഞങ്ങളുടെ പല ആളുകളും പ്രയാസപ്പെടുന്നുണ്ട്, നീ അറിയുന്നുണ്ടല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ലേ അല്ലാ. അള്ളാഹുവെ അഭിമാനത്തോടെ ഈ കൊച്ചു ജീവിതം ജീവിച്ച് മരണപ്പെടാൻ, മുഅ്മിനായിട്ട് മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ നിന്നോടല്ലാതെ ജീവിതത്തിൽ മറ്റാരോടും പ്രാർത്ഥിച്ചിട്ടില്ല, ഇനി പ്രാർത്ഥിക്കുകയുമില്ല. നിന്റെ മുമ്പിൽ അഞ്ചു നേരം സുജൂദിൽ വീഴാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈമാൻ പൂർത്തിയാക്കി തരണേ അല്ലാ. വിശ്വാസം പൂർത്തിയാക്കി തരണേ അല്ലാ. ഖുർആൻ മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ തദബ്ബുർ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ ഇമാമീങ്ങളാക്കണേ, മുത്തഖികളുടെ ഇമാമീങ്ങളാക്കണേ. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. മുത്തഖികളുടെ ഇമാമീങ്ങളെപ്പോലെ അത്രക്കും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന കൺകുളിർമയുള്ള മക്കളായി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓർമ്മ പോലുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങളെ സംരക്ഷിച്ച് പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അള്ളാഹുവെ അവരെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഒരർത്ഥത്തിലും ഞങ്ങളാൽ ഒരിറ്റ് കണ്ണുനീര് പൊടിയുന്ന അവസ്ഥ ജീവിതത്തിൽ നീ വരുത്തല്ലേ അല്ലാ. അവരെ ജീവിതത്തിൽ മരിക്കുവോളം സ്നേഹിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രയാസവും അവർക്ക് ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ അത് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അള്ളാഹുവേ മരണപ്പെട്ടവരുണ്ട് പലരും, ഞങ്ങളെ ഏറെ സ്നേഹിച്ച് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വലിയ ആളുകൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അള്ളാഹുവേ അവരൊക്കെയും ഞങ്ങളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവർ അള്ളാഹുവെ എല്ലാവരെയും നീ ഹിദായത്തിലാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും മുഅ്മിനാക്കണേ അല്ലാ. അള്ളാഹുവെ രാജ്യത്തെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ കേരളക്കരയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ പ്രത്യേകിച്ച് ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിലെ നല്ലവരായ സഹോദര സമുദായത്തിൽപ്പെട്ട അംഗങ്ങളെ അടക്കം നീ ഹിദായത്തിലെത്തിക്കണേ അല്ലാ. അവരുടെ നന്മ മനസ്സുകൾക്ക് പ്രതിഫലമായി ഞങ്ങൾക്ക് അവരോട് പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് തേടാനുള്ളത് ഹിദായത്താണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ കലാം ഇങ്ങനെ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ സമയം കണ്ടെത്തി ഇതിങ്ങനെ കേൾക്കുന്ന ആളുകൾ അള്ളാഹുവേ അവർ നന്നോടുള്ള ഇഷ്ടം കൊണ്ടാ ഇത് കേൾക്കുന്നത്, നിന്നോടുള്ള ഹബ്ബ് കൊണ്ടാ, നിന്നോടുള്ള കൽബിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ ദീപം കത്തുന്നത് കൊണ്ടാ റബ്ബേ. അവരുടെ ഹൃദയത്തെ ഈമാൻ കൊണ്ട് പ്രകാശിതമാക്കണേ അല്ലാ. ഈ കലാം അതിങ്ങനെ കേൾക്കുക മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അത് പുലർത്തിക്കൊണ്ട് നിനക്കിഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ അവർക്ക് നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا
يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.